അഹങ്കാരി, ജാട, പിന്നെ എന്തുവാ കൊഞ്ചല്. ഞാൻ മോനൂട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് നടന്നിട്ട് മുട്ടിന് താഴോട്ട് ഇങ്ങനെ ഒടിഞ്ഞയാണ്. അപ്പോൾ അതിൻ്റെ പോയി. ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്നെപ്പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ. പക്ഷേ എൻ്റെ പച്ചമാംസം 1 വർഷമായിട്ട് ഇരുന്ന് കഴിച്ചില്ലേ, അതിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് എന്ത് മറുപടി പറയുന്നു ഞാൻ ചോദിച്ചു. ആഴ്ച സിനിമ കാണാൻ പോകാമെന്ന് പൈസ കൂട്ടി വെച്ചാൽ പണം എടുക്കാമല്ലോ എന്ന്. അങ്ങനെ എന്നോട് പിന്നെ കോണ്ടാക്ട് വെച്ചിട്ടില്ല, ഞാനും വെച്ചിട്ടില്ല. പറഞ്ഞു ഇങ്ങനെ കള്ളം പറയണം. ഈ ചെറുക്കന് 33 വയസ്സായിരുന്നു. അതാണ് മോനൂട്ടനോട് പറയും അമ്മായി ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ എന്ന്. അപ്പൊ മോനൂട്ടൻ പറയും വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, അമ്മയുടെ വായിരിക്കുന്ന കേൾക്കാൻ വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇങ്ങോട്ട് വാ മനുഷ്യ, ഈ പൊട്ടന്റെ കാര്യം ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ചില സമയം 2 ഫോണിലും കൂടെ എടുത്ത് പറഞ്ഞു ഈ മണ്ണെടുത്ത് ഞാൻ പറഞ്ഞതാ, ആ ഫോണിൽ തന്നെ എടുന്ന്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് നമുക്കൊരു Q&A ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞേ നമുക്ക് ആ വീഡിയോ എടുത്തിട്ട് അങ്ങ് പോവാം, അല്ലെങ്കിൽ പിന്നെ നീണ്ട് ഒരുപാട് നാളായി Q&A. അതെ, അതുമല്ല Q&A ഞാൻ എപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാലും ഒരുപാട് ഡിലേ ആയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചൂടോടെ അങ്ങ് ചെയ്യാന്നേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ മുത്തുമണീസ്. അപ്പം ആദ്യം വായിക്കുന്നത് ഫാത്തിമ. ഞാൻ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകും മുത്തുമണീസ്. അപ്പം പേര് പറയത്തില്ല കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളത് എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ ഫാത്തിമ ഫേവറേറ്റ് കളറ്, എൻ്റെ ഫേവറേറ്റ് കളറ് സ്കൈ ബ്ലൂ. പിന്നെ പൊന്നൂസ് എത്രാം ക്ലാസ്സിലാണെന്ന്? പൊന്നൂസ് 4-ലാണ്. പിന്നെ പൊന്നൂസിന്റെ സ്കൂളിന്റെ പേര്? പൊന്നൂസിന്റെ സ്കൂളിന്റെ പേര് സെന്റ് തോമസ്. പിന്നെ ഡ്രീം പ്ലേസ്, അണ്ണന്റെ ഡ്രീം പ്ലേസ് എവിടാ? ആഗ്രഹിക്കുന്ന വെച്ചാ ഇൻഷാല്ലാ ദുബായിലൊന്ന് പോണം. ദുബായിലൊന്ന് പോണം, ഒന്ന് കറങ്ങണം എന്നൊക്കെയാണ് അണ്ണന്റെ ഒരു ആഗ്രഹം. ഞാൻ അബുദാബി പോയിട്ടുണ്ട്, എന്നാലും പക്ഷെ അന്ന് ദുബായി പോകാൻ പറ്റിയില്ല. അന്ന് സാഹചര്യം കൊണ്ട് തൊട്ടടുത്തായിരുന്നു, ഒരു 100 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷെ ഇൻഷാല്ലാ ഒന്നുകൂടെ ഒന്ന് വൈഫും മക്കളൊക്കെ ആയിട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ. നെക്സ്റ്റ് ബേബി പ്ലാൻ ഉണ്ടോ? ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയിപ്പം പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം അൽഹംദുലില്ലാ ഒരാണും പെണ്ണും ആയില്ലേ, അപ്പം അവരെ ആരോഗ്യത്തോടു കൂടി നമുക്ക് വളർത്താം. നമുക്ക് 2ഉം ഡെലിവറി ആയിരുന്നല്ലോ, അതൊക്കെ സാഹചര്യം കൊണ്ട് ഇപ്പൊ 3ാമത്തെ ശരിയാവത്തില്ല എന്നുള്ള ഇതുകൊണ്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉള്ളത് കൊണ്ട് പോകണം. ലവ് സ്റ്റോറി പറയാമോ പ്ലീസ്? ലവ് സ്റ്റോറി നമ്മൾ കുറേ വട്ടം 2 വട്ടം അല്ല, നമുക്ക് വീഡിയോയിൽ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് ആ വീഡിയോ വരും, ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതായിരിക്കും വരുന്നത്. കാരണം നമ്മള് 2 വട്ടം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാടുണ്ടല്ലോ പറയാനായിട്ട്. അപ്പോൾ പറഞ്ഞ് അങ്ങ് ലോങ് ആയി പോകും മുത്തുമണി. സാധാരണ നല്ലത് നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കാണാം. അപ്പോൾ അതെങ്ങടുത്ത് കാണുന്നില്ലേ? ലഞ്ച് ബോക്സ് റെസിപ്പി ഇപ്പം എന്താ ചെയ്യാത്തതെന്ന്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവരും ലേറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേക്കാനും ഭയങ്കര മടിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ എൻ്റെ വീട്ടിൽ വീട് പണി നടക്കുന്നത് കൊണ്ട് അമ്മ ഇവിടെ ഉണ്ട്. അപ്പം അമ്മ രാവിലെ തൊഴിലുറപ്പിന് പോകാൻ എഴുന്നേക്കും. എല്ലാ ദിവസവും ഇല്ല, ചില ദിവസം. അതല്ലെങ്കിലും അമ്മ രാവിലെ എഴുന്നേക്കുമ്പോഴേ അമ്മ ചോറങ്ങ് വയ്ക്കും, എന്തെങ്കിലും കറിയൊക്കെ അങ്ങ് വയ്ക്കും. ഇന്ന് തന്നെ അമ്മ രാവിലെ ചുമന്ന മീൻ, കിളിമീൻ കറിയും വെച്ച് തോരനും വെച്ച് അപ്പൊ പിന്നെ എനിക്ക് വലിയ റോളില്ല അടുക്കളയിൽ. അപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങ് രാവിലെ അല്ലാത്തൊരു വീഡിയോ അങ്ങ് തട്ടിക്കൂട്ടുന്നത്, ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് എടുക്കാത്തത് മുത്തുമണി. സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല. കാരണം അമ്മ ഓൾറെഡി ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും പിന്നെ നമ്മൾ അത് തന്നെ കഴിക്കണം. പിന്നെ അതിൻ്റെ മേളിൽ കയറി വേറൊരു പിന്നെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിന് നിൽക്കാത്തത് കേട്ടോ. പിന്നെ 2 പേരും കൂടെ കിടന്ന് അടുക്കളയിൽ വരവേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചിങ്ങ് മാറി കൊടുക്കും. അമ്മയ്ക്കൊക്കെ വെളുപ്പിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല. ഈ അണ്ണൻ്റെ അമ്മായിയൊക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം ഞാൻ രാവിലെ ഒരു സാധാരണ ഒരു വീഡിയോ ഷോർട്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് വഴിയെ എടുക്കാം മുത്തുമണീസ്. പിന്നെ ബ്രദർ എന്തിനാണ് ഗൾഫിൽ നിന്നും വന്നത്? എൻഗേജ്മെന്റ് ആയിട്ടാണോ?
അല്ല, അവൻ്റെ കാല് കമ്പി ഇട്ടേക്കോ ചെറുക്കൻ്റെ കാലിൽ കേട്ടോ. പിന്നെ എന്തുവാ, ഞാൻ മോനൂട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് നടന്നിട്ട് മുട്ടിന് താഴോട്ട് ഇങ്ങനെ ഒടിഞ്ഞയാണ്. അപ്പം അതിൻ്റെ കമ്പി കിടപ്പുണ്ട്. അപ്പം അവന് ഒന്നും കൂടെ അവൻ ഒരു മാസം മുമ്പ് പോയി, ഒരു മാസം കുഴപ്പമില്ലായിരുന്നു. കുറച്ച് എന്തോ സ്റ്റെപ്പാണ്ട് കയറിപ്പോണ്ടെന്ന് സ്ലിപ്പായി. പിന്നെ വേദന, ചെറുതായിട്ട് പഴുപ്പ് വരുന്നൊക്കെ പറഞ്ഞ് അതിന്റെ സ്ക്രൂവോ ഞെട്ടാണ്ട് ഒന്ന് ലൂസായിരുന്നോ. ഈ പ്ലേറ്റ് ഇടുമല്ലോ, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു 10 ദിവസം ലീവിന് വന്നതാണ്. അത് കഴിഞ്ഞ് അവൻ പോയി. അത് കഴിഞ്ഞ് അവനെ പറഞ്ഞങ്ങ് വിട്ട്. പിന്നെയും ബേബി പ്ലാൻ ഉണ്ടോ, അതാ കുറെ ക്വസ്റ്റ്യൻ. ചേച്ചി സൂപ്പർ ചേച്ചി, താങ്ക് യു മുത്തേ. എന്താണ് ഭയങ്കര സങ്കടം, വിഷമം എന്ന് പറഞ്ഞല്ലോ, എന്താണ് റീസൺ പറയൂ. എൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചോ ഇല്ലേ, ഞാൻ വീഡിയോയിൽ സെർച്ച് ചെയ്യൂന്ന്. അപ്പോൾ മുത്തുമണി നെച്ചു വ്ളോഗ്. സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് മതി എനിക്ക് പെട്ടെന്ന് വിഷമം വരും. ഈ എണ്ണം ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ദേഷ്യം ഉറക്കം സംസാരിച്ചാൽ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. പക്ഷേ അങ്ങനെ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തൊന്നും നടക്കത്തില്ല. പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം അങ്ങനെ വിഷമിച്ചേക്കുന്ന ഞാനങ്ങ് വിടും. ഞാനങ്ങ് വിടും. കാരണം വെച്ചാൽ അതാലോചന ഞാൻ കാണാം. ഈ എണ്ണ എന്നോട് പറയാം എനിക്ക് ബുദ്ധി കുറവുള്ളതുകൊണ്ട് അങ്ങനെ അത് ആലോചിച്ച് വിഷമിക്കാത്ത. അന്ന് ഇൻസ്റ്റാഗ്രാം പോയതിന്റെ തലേ ദിവസമൊക്കെ വിഷമമല്ലായിരുന്നോ? ഇൻസ്റ്റാഗ്രാം പോയതിന്റെ തലേ ദിവസമേ വിഷമമായിരുന്നു, ചെറിയൊരു പിറ്റേ ദിവസം ഈ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് പോലെ തന്നെ പിറ്റേ ദിവസം എന്റെ ഇൻസ്റ്റാഗ്രാം എങ്ങോട്ടോ പോയി. അപ്പൊ അതിന്റെയും കൂടെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാല് നമ്മള് അത്രയും ഇൻസ്റ്റാഗ്രാം പോയത് ഞാൻ അധികം വിഷമിച്ചില്ല അല്ലയോ അണ്ണേ. പിറ്റേന്ന് തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് പുതിയ ഇൻസ്റ്റാഗ്രാം എടുത്ത് താ, വീഡിയോ ഇടട്ടെന്നും പറഞ്ഞുകൊണ്ട് പോകണം. അങ്ങനെ ഞാൻ ഇട്ട്, കുഴപ്പമില്ല, വീഡിയോ ഓടുന്നുണ്ട്, റീച്ച് ഉണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ അത്രയും ഫോളോവേഴ്സിനെ ഒപ്പിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് അത് ഇനി അത്രയും പറ്റത്തില്ല. ചെറിയൊരു വിഷമമുണ്ട്, വിഷമില്ലെന്ന് പറയുന്നില്ല, വിഷമമുണ്ട്. അണ്ണനാണെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പിന്നെ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അങ്ങനെ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു പൂച്ചയെ മേടിച്ച് ആ പൂച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച് ചത്തുപോയെന്ന് വിചാരിച്ചോ, പകരം വേറൊരു പൂച്ചയെ മേടിച്ചാലും പോയത് പോയില്ല, വിഷമമില്ല. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടെടുക്കാം, പുതിയത് വഴി നമുക്ക് വീണ്ടെടുക്കാം. ഞാനത് വിട്ടോ, പക്ഷേ മറന്ന് പുതിയ സന്തോഷത്തിലേക്ക് അല്ലയോ. ഞാൻ പുതിയ ഇൻസ്റ്റാഗ്രാം ഐഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തപ്പോ കുറെ പേര് ചോദിച്ചു ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ. കുറെ പേര് എനിക്ക് ഒരുപാട് പേര് കമന്റ് ഇടുന്ന കണ്ട് നന്നായി. അത് നമ്മളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് കൊളാബ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ റീച്ചാക്കി എടുക്കുന്നതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ജോലിയാണ് മുത്തുമണീസ്, എല്ലാം ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള ഓരോ പ്ലാറ്റ്ഫോമുകളാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. വേറൊരു മൈൻഡിൽ ചിന്തിക്കുന്നവർക്ക് എങ്ങനെയും ചിന്തിക്കാം. ഇപ്പൊ ഒരാളുടെ അത് പോകുമ്പോൾ ഒരു സന്തോഷിക്കുന്ന കുറെ പേരുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അതായത് നമ്മുടെ വിഷമങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച് സന്തോഷിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് ചിലവർ കമന്റിൽ തന്നെ ഉണ്ട് എങ്ങനെ അല്ലയാ. ഞാൻ പിന്നെ പറയാറുണ്ട് നമ്മളാരെയും വിഷമിപ്പിക്കാൻ പോവാറോ ഇല്ല, അതുകൊണ്ട് പഠിച്ച നമുക്ക് നല്ലത് നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, പറയുന്നവര് പറയട്ടല്ലയോ, എല്ലാവരും നന്നാക്കാൻ നമുക്ക് പറ്റും. ഞാൻ പിന്നെ ഇതൊന്നും മനസ്സിലോട്ട് എടുക്കാറില്ല മുത്തുമണീസ്. മിക്കവാറും അറിയാവുന്ന ആൾക്കാരായിരിക്കും ഈ നെഗറ്റീവുകൾ പറയുന്നത്, എടുക്കുന്നതല്ല. അത്രേ ഉള്ളു നെച്ചു, എത്രേ ഉള്ളു ആൻസർ കേട്ടോ. വീട് പണിതതിന് എത്ര റേറ്റ് ആയി മൊത്തം? എന്തോ ഉള്ളപ്പെടെ എന്താണ് മൊത്തം വീട് പണി ചെയ്തതിന് എത്ര രൂപയായി മൊത്തം ഇന്റീരിയർ ഉൾപ്പെടെ? വീട് പണി കടമുണ്ടോ മൊത്തം ഏകദേശം ഒരു 60 രൂപയായി. പിന്നെ വെളിയിലൊക്കെ കുറച്ച് പണി കിടപ്പുണ്ട്. വീട്ടിന്റെ ഒരു 95 അല്ലയോ കുറച്ച്. വീട് പണി വീടിനകം മൊത്തം പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെറിയ ഇൻവേർട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇൻവേർട്ടർ അങ്ങനത്തെ സാധനം, ഹീറ്റർ അങ്ങനത്തെ സാധനമൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ ഇനി ഞങ്ങൾ വിചാരിക്കുന്ന പെതുക്കെ വെക്കാം, കാരണം വലിയ കടത്തിലോട്ടൊന്നും പോവണ്ട എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് മിറ്റം ഓടൊട്ടിച്ചിട്ടില്ല, മതിൽ ഞങ്ങൾ അതിര് കെട്ടി തിരിച്ചതേ ഉള്ളൂ. അതിന് മേപ്പോട്ട് കെട്ടിയിട്ട് നമുക്ക് ഗേറ്റ് ഇടാനുണ്ട്. അതും കൂടെ ആയാലും നമുക്ക് 100% വീട് പണി. കടമുണ്ടോന്ന് ചോദിച്ചാൽ ലോണൊന്നും ഇല്ല, ലോണോ കടവോ ബാധ്യതയൊന്നുമില്ല. എന്റെ കുറച്ച് പണയമുണ്ട്,
അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞ Q&Aയിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കുറച്ച് പണയം ഉണ്ട്, അത് എടുക്കണമെന്ന്. അത് എൻ്റെ മനസ്സിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പണയം ഉണ്ടെന്ന്. അന്നേരം ഒരാളോ കമൻറ്റ് ഇടുന്നുണ്ട്, പണയം ഉണ്ടെന്ന് വന്ന് പറഞ്ഞേക്കുന്നത്, ആഴ്ച സിനിമ കാണാൻ പോകാമെന്ന് പൈസ കൂട്ടി വെച്ചാൽ പണയം എടുക്കാമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോകുന്ന പൈസ കൂട്ടി വെച്ചാൽ ഞാൻ എത്ര കാലം കഴിഞ്ഞു ആ പണയം എടുക്കേണ്ടി വരും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ജീവിതം എന്ന് പറയുന്നതാണ് പൊക്കോണ്ടിരിക്കുകയാണ് മുത്തുമണീസ്. ഇപ്പം തന്നെ എനിക്ക് 32 വയസ്സായി. വർഷങ്ങൾ പോകുന്നത് ഞാൻ അറിയുന്നില്ല. പൊന്നൂസ് മോണ്ടന് വളരുന്ന നമ്മൾ അറിയുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ എന്ത് പെട്ടെന്നാണ് വളരുന്നത്. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പൊക്കോണ്ടിരിക്കുന്ന ഒരു അതെ നിങ്ങളും അപ്പൊ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ലൈഫ് അങ്ങ് പൊക്കോണ്ടിരിക്കും. നമ്മുടെ ആ ഒരു ലൈഫിലൊരു സന്തോഷങ്ങൾ ആസ്വദിക്കാൻ പറ്റാതെ ആയിപ്പോവും. അപ്പം നമ്മുടെ സന്തോഷങ്ങളും ഒരു സൈഡിൽ നടക്കണം, ബാക്കി നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കണമെന്നാണ് എൻ്റെ ഒരു മൈൻഡ്. അപ്പം ഞങ്ങൾ ആഴ്ച ഒരു പുറത്ത് പോകുന്നത്, ശനിയാഴ്ച ഒരു സിനിമയ്ക്കൊക്കെ പോകുന്നത് ഒരു സന്തോഷമാണ്. ഇല്ലേ അണ്ണേ? ഒരു സന്തോഷമാണ്. അതിപ്പോ ഒരു 1000, 1500, 2000 രൂപ ചെലവാകും. കുറച്ച് നാളായിട്ട് ഇപ്പൊ അങ്ങനെ വലുതായിട്ട് പോക്കൊന്നും ഇല്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് അമ്മ ഒക്കെ ഉള്ളതുകൊണ്ടും ഇടയ്ക്കൊക്കെ പോവാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അതൊരു സന്തോഷം എന്നുള്ളൊരു മൈൻഡിലാണ് എടുക്കുന്നത്. കുഞ്ഞുങ്ങളായാലും കൊണ്ടുവന്ന് കടയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമ കാണുന്നു, അത്രേ ഉള്ളൂ. അതിപ്പം ഒരു 2000 രൂപ ചിലവാകും അല്ലേ എണ്ണേ? ആ 2000 രൂപ കൂട്ടി വെച്ച് നമ്മൾ പണം എടുക്കാം. അങ്ങനെ ഒരു മൈൻഡൊന്നും എനിക്കില്ല. അങ്ങനത്തെ ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. സന്തോഷവും നടക്കണം, നമ്മുടെ കാര്യങ്ങളും നടക്കണം. ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പോസിറ്റീവാണ്, സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. അതിൽ നമുക്ക് കളി തമാശയൊന്നുമില്ല, സീരിയസ് തന്നെയാണ്. സീരിയസ് ആയിട്ട് തന്നെ ഇതുവരെ എല്ലാ കാര്യവും ചെയ്തത്. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട്? പറ. സ്ക്വയർ ഫീറ്റ് 2300 സംതിങ്. വീട് പണിക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ആയി? അതാണിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ, 60 രൂപയായി. പിന്നെ കുറേ പേര് ശിവന്യ, നന്ദു, പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. പണ്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നതിനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാ Q&Aയിലും അത് തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഒത്തിരി നാളായി, ഏകദേശം 1 വർഷം ആവാറായി. എങ്കിലും എല്ലാ Q&Aയിലും നിങ്ങളത് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് അതിനെപ്പറ്റി പറയാത്തതെന്ന് ചോദിക്കുമ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വിഷമമോ ഒന്നും ഉണ്ടായിട്ടല്ല മുത്തുമണീസ്. ഞാൻ ചിലപ്പോൾ അതൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ പൊതുജനം പല വിഭാഗം അല്ലെങ്കിൽ പല ടൈപ്പാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പം എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേര് കാണും, ഇഷ്ടപ്പെടുന്നവരും കാണും. അപ്പം ഇഷ്ടമല്ലാത്ത ആൾക്കാർ പറയും എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് വന്നിരുന്നത് പറഞ്ഞത് എന്ന് ഉള്ളൊരു കൗണ്ടർ വരും. അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് സംസാരിക്കാത്തത്. കാരണം പടച്ചോൻ സഹായിച്ച് ഞാൻ എൻ്റേതായ ഫാമിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഒപ്പിയെടുത്തുള്ള കൊച്ചു വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ നിന്നുള്ള റീച്ച് മതി. ഇപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ പറ്റി സംസാരിച്ചിട്ടോ ഉള്ള റീച്ച് എനിക്ക് വേണ്ട. ഈ കമന്റ് ഇടുന്ന ആൾക്കാർ തന്നെ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് ചൊറിയാന്നും പറഞ്ഞാൽ ഈ പറയുന്നത് തന്നെ. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ചൊറിയത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് അതിന് പറയാൻ താല്പര്യമില്ല. കാരണം വെറുതെ ഞങ്ങൾക്ക് അങ്ങനെ പരിദൂഷണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. മുത്തുമണീസ്, പിന്നെ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനുമായിട്ട് ഇപ്പോൾ ഒരാൾ വന്ന് ഫ്രണ്ട്ഷിപ്പായി ഇരിക്കുവാണ്. ഇവര് എന്നെ ഒഴിവാക്കി വിടുന്നത് ചിലപ്പോൾ എന്നോടുള്ള ചില കുശുമ്പോ ചെറിയ കാരണങ്ങൾ കൊണ്ട് അവരായിട്ടാണ് മാറുന്നത്. പക്ഷെ ഞാനായിട്ട് മാറിയെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാര് ഈ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. അല്ല, ഈ സംഭവ സത്യമൊക്കെ എല്ലാം പടച്ചവനെല്ലാം അറിയാം. കാരണം എന്താ വെച്ചാൽ എവിടുന്നോ ഒരാള് പൊട്ടിപ്പുറപ്പെട്ട് വന്ന് എവിടുന്നോ പറഞ്ഞാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു ഫ്രണ്ട്ഷിപ്പായി. അല്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പെട്ടെന്ന് വ്ലോഗ് ഇട്ടപ്പോ നമ്മള് മീറ്റപ്പിന് പോയപ്പോ എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ആ പുള്ളിക്കാരി വ്ലോഗ് ഇട്ടപ്പോ ആ പുള്ളിക്കാരിയുടെ വ്ലോഗിൽ തന്നെ ഒരുപാട് പേര് പോയി കമന്റ് ചെയ്തതാണ്, നമ്മൾ ഒരു ഫ്രണ്ട് എന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിനെയും എപ്പോഴും നമ്മുടെ കയ്യിൽ കാണണം, ഇത് മോശമായി പോയെന്ന് പറഞ്ഞ് നിങ്ങളെ ഒരുപാട് പേര്
പേര് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാനല്ല ആദ്യം വ്ളോഗ് ഇട്ടത്, പുള്ളിക്കാരിയാണ് വ്ളോഗ് ഇട്ടത്. അപ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ആ വ്ളോഗിൽ ആ നെഗറ്റീവ് എല്ലാം പുള്ളിക്കാരിക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഡിലീറ്റ് ആക്കുമോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുമെന്ന് പുള്ളിക്കാരിയുടെ Q&Aയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അതൊക്കെ ഡിലീറ്റ് ആക്കിയപ്പോൾ ആൾക്കാർ ഞാൻ പിറ്റേന്ന് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഇതിൽ വന്നിട്ട് കമൻറ്റ് ഇടാൻ തുടങ്ങി. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ പിൻ ചെയ്തും വെച്ചു, എനിക്ക് അങ്ങനൊന്നും ഇല്ല, ആരോടും അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിൻ ചെയ്ത് വെച്ചു. പക്ഷെ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ഇട്ടു. അതിൽ ഡിലീറ്റ് ആക്കിയവരൊക്കെ ഇതിൽ വന്ന് കമൻറ്റ് ഇട്ടു. കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പുള്ളിക്കാരെ അങ്ങോട്ട് വിളിച്ചു. ഇനി വിഷമമായോ സങ്കടമായോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു. പുള്ളിക്കാർ ഫോൺ എടുക്കുന്നില്ല, കട്ടാക്കി വിടുവാണ്. പിന്നെ റിങ് ചെയ്യുന്നത് ഒത്തിരി, ഞാൻ ഒരു 50 വട്ടമെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ, എടുത്തില്ല. പിന്നെ ലാസ്റ്റ് ബ്ലൂടിക്ക് ഫോണിൽ വാട്സപ്പിൽ ഓഫ് ആക്കിയിട്ടു. അപ്പം ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു, ഞാൻ എൻ്റെ വ്ളോഗിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മറ്റുള്ളവർ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ ബാഡ് കമൻറ്റ് ഇട്ടുന്നയാ, വിഷമിക്കണ്ട, നമ്മൾ ഇനി ഒരുമിച്ചൊരു വ്ളോഗ് ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി അത് കേട്ടിട്ടുണ്ടായിരിക്കാം, ബ്ലൂടിക്ക് ഓഫ് ആക്കി. പക്ഷേ പുള്ളിക്കാരി അതിനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ പിന്നെ പുള്ളിക്കാരി അന്ന് അത്രയും ഒരാളെ വിളിക്കുമ്പോൾ 1 അല്ല 2 അല്ല 3 വട്ടം വിളിക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അയാളുടെ സമയത്തിന് നമ്മുടെ സമയം. ഞാൻ എത്ര വട്ടം വിളിച്ചത് എനിക്ക് തന്നെ അറിയത്തില്ല, വിഷമമായി കാണുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ വോയിസ് അയച്ചു, കേട്ടിട്ടുണ്ടായിരിക്കാം, റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഞാനും പിന്നെ ഒന്നിനും പോയില്ല, ഇങ്ങോട്ടും ഒന്നിനും വന്നില്ല. അത്രേ ഉള്ളൂ, വഴക്കോ ഇതൊന്നുമില്ല. പക്ഷേ ഒരുപാട് പേര് എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട കമൻറ്റുകൾക്ക് ഡിലീറ്റ് ആക്കിയപ്പോൾ എല്ലാവരും എൻ്റെ ദി വന്ന് കമൻറ്റ് ഇട്ടു. അതിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എന്നോട് പിന്നെ കോണ്ടാക്റ്റ് വെച്ചിട്ടില്ല, ഞാനും വെച്ചിട്ടില്ല. അതാണ് ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിട്ടൊന്നും ഉണ്ടായില്ല. പുള്ളിക്കാരെ നെഗറ്റീവ് പറഞ്ഞത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പുള്ളിക്കാരി നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ബെസ്റ്റ് കൂട്ടുകാരനായിട്ട് ഡെയിലി നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ട്. ഡെയിലി ഇപ്പം 2-3 മണിക്കൂറൊക്കെ ഓരോ ദിവസങ്ങൾ ഇരുന്ന് ഫോണിൽ സംസാരമാണ്. ആ ഡെയിലി സംസാരിക്കുന്ന ഒരു വ്യക്തി അപൂർവമായിട്ട് കാരണം അത്രയും ഒരു കമ്പനിയായ ഒരു വ്യക്തി നമ്മൾ വേറെ ഒരു പൊതുപരിപാടിക്ക് പോയപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്തില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം വരത്തില്ല, ഫീൽ ചെയ്യത്തില്ല. ആ സങ്കടം ഇവിടെ അന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല, മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ആരും എന്നെ മൈൻഡ് ചെയ്തില്ലെന്നോ വിഷമല്ല. ഞാൻ എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മളെയും കാട്ടിലും വലിയ അതായത് വലിയ നമ്മളെന്നും കുറച്ച് താന്നിരിക്കണം എന്നാണ്. പിന്നെ എന്തുവാ പറയാൻ, നമ്മളെക്കാൾ ഉയർന്ന് എപ്പോഴും നിൽക്കണം എന്നുള്ള ഒരു ചിന്ത. ഞാൻ പറഞ്ഞു വ്ളോഗിൽ പൊന്നൂസും മോനുകുട്ടനും ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ശ്വാസം മുട്ടിപ്പോയേനേന്ന്. അണ്ണനെ അവർ കയറ്റിയില്ല, എൻ്റെ കൂടെ പൊന്നൂനെയും പൊന്നൂസിനെ കയറ്റി. മോനൂട്ടൻ അപ്പം ഞാൻ ഇല്ലാതെ നിൽക്കുമോ, അവൻ ചിണുങ്ങി നിന്നപ്പോൾ സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ അവനെ അങ്ങ് കയറ്റി. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പൊന്നൂസും മുണ്ടില്ലേ ശ്വാസം മുട്ടിപ്പോയേനെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു എങ്കിലും ഒരു ഫ്രണ്ടിനെ മൈൻഡ് ചെയ്തില്ല, അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് കയറിയില്ലായിരുന്നെങ്കിൽ എന്തായെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ബാഡ് കമൻറ്റ് ഇട്ടത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇതായിപ്പോയി. അതാണ് കാരണം. പിന്നെ അവരവരുടെ വഴിക്ക് പോയി, ഞാൻ അവരെ മൈൻഡ് ചെയ്ത് അവരെ പുറകെ പോലോ ഇല്ല. നമ്മളുമായിട്ടൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ച് പോകുമ്പോൾ പിന്നെ ഞാനും പിന്നെ വിളിച്ചില്ല. അന്ന് അത്രയും വട്ടം വിളിച്ചിട്ട് ഞാനും നിർത്തി. അതാണ് ഇഷ്യൂ. നിങ്ങൾ ഒരുപാട് വട്ടം ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാൻ മടിയുണ്ടായിട്ടല്ല മുത്തുമണീസ്, ഞാൻ വന്നിരുന്ന് എന്തെങ്കിലും ഈ ഇഷ്യൂ പറയുമ്പോൾ ചിലവര് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് കമന്റ് ഇടാനും ശ്രമിക്കും. കാരണം ചിലവർക്ക് അത് രസമാവും, എന്തെങ്കിലും മറ്റുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചൊക്കെ പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വർത്താനൊക്കെ പറയുമ്പോൾ ചെറിയൊരു സുഖം കിട്ടും, ഒരു മനസുഖം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഫോൺ പോലും ഒരു തുറന്ന പുസ്തകമാണ്. ഞങ്ങളുടെ രണ്ടുപേരെയും ഫോണൊക്കെ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾക്ക് ലോക്കുകളോ വേറൊരു കാര്യമുണ്ട്, കണ്ണടച്ച് പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കും. അതാണ് ഇതിന്റെ ഞാൻ ആദ്യമേ വിലക്കിയത്. അത് വേണ്ട, അത് ശരിയാവത്തില്ല. കാരണം ഡെയിലി 3 മണിക്കൂറൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോഴും ഞാൻ പറയും വെറുതെ എന്തിനാ, അവസാനം അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിയാ. ഞാൻ പിന്നെ അടുത്താലും എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ ഞാനിപ്പോൾ അണ്ണനോട് ആയാലും ആരോടായാലും എന്തെങ്കിലും പറയുമ്പോൾ പറയും പടച്ചോ സഹായിച്ച് എനിക്ക് പറയാൻ പറ്റും ഞാൻ നല്ലതാണെന്ന്. എനിക്ക് എന്റെ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റും ഞാൻ നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ ശരിയാ എന്ന് നമുക്കറിയാം, പടച്ചോനും അറിയാം. പക്ഷെ അതായത് തെറ്റുള്ളവരുടെ കൂടെ ചില ആൾക്കാർ, അതായത് നമ്മളോട് ശത്രുത തോന്നുന്ന ആൾക്കാർ തെറ്റുള്ളവരുടെ കൂടെ നിൽക്കൂ. കാരണം അവരെ ശരിയാക്കിയെടുക്കും. അതാണ് സമൂഹം.
അതുകൊണ്ടാ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കളയുന്നത്. സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാറുണ്ട് നീ അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ മനസ്സിൽ ഞാൻ നല്ലതാണ്, ഞാൻ ശരിയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു ഒരു ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയാൽ തന്നെ അവിടെ ഒരു പട്ടി നിന്ന് ഞാൻ അണ്ണനോട് പറയാറുണ്ട് അതിനെന്തെങ്കിലും മേടിച്ചു കൊടുക്കണേ. അണ്ണ ഓടിപ്പോയി ഒരു കേക്ക് ആയാലും ഒരു ബോണ്ട ആയാലും വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് പറയാൻ പറ്റും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു മനുഷ്യനെയോ ഒരു മൃഗത്തിനെയോ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. എന്തായാലും മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ഞാൻ ഒരാളുടെ ഒരു വീഡിയോക്ക് ഒരു ബാഡ് കമന്റ് ഇടുകയോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അടിക്കുകയോ ഇതിനൊന്നും ഞാൻ നിന്നിട്ടില്ല. കാരണം എനിക്ക് പറയാൻ പറ്റും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പന്നലായിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് പഠിച്ചവൻ എനിക്ക് നല്ലത് തരും. ആദ്യം കുറച്ച് വിഷമിച്ചാലും പഠിച്ചവൻ എനിക്ക് നല്ലത് തരും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരെയും ഒന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. മുത്തുമണി ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ Q&Aയിൽ നിങ്ങൾ ഇത് ചോദിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, അത് വീണ്ടും വീണ്ടും വർഷങ്ങളാവുന്നു. വെറുതെ അത് സംസാരിച്ച് സത്യം പറഞ്ഞാൽ ആ കാര്യം പിന്നെയും ചോദിക്കുന്ന ഇഷ്ടമേ അല്ല. റഹാന എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. 2K മുതൽ വീഡിയോ കാണുന്നതാണ്. നിങ്ങൾ എവിടെയും വരെ എത്തിയതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കളിയാക്കലുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കാര്യത്തിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉപദേശം എന്താണ്? കാരണം നിങ്ങളുടെ ലൈഫ് ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യത്തിലും ഇത്രയും എത്തിയതിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് വിഷമം ചെറിയ ചെറിയ കാര്യത്തിൽ വിഷമമുണ്ട്. നമ്മൾ കണ്ണും മനസ്സും അറിയാത്തതിൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുമ്പോൾ വിഷമമുണ്ട്. പിന്നെ ചിലരോട് ഞാൻ കൊഞ്ചി സംസാരിക്കുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെയാണ്. ഇപ്പം പൊന്നൂസ് മോണ്ടാനും ചിലപ്പം വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പം എന്നെ ഇഷ്ടമല്ലാത്തവർ വിചാരിക്കും പൊന്നൂസ് ഇത്രയും വളർന്നു, മോനൂട്ടൻ ഇത്രയും വളർന്നു, ഞാൻ കൊഞ്ചി സംസാരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ദിവസം നിൽക്കണം, നിങ്ങളൊരു ദിവസം നിൽക്കണം. ഞാൻ ഇതിൽ കൊച്ചു പിള്ളേരെക്കാളും ചിലപ്പോൾ കഷ്ടമായി. ഇവിടെ നൈറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ തുള്ളിക്കൊണ്ട് നടക്കും. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ ഇപ്പോഴും ആ കളിയും ചിരി അങ്ങനെയുള്ളൊരു മൈൻഡ് ആണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും സന്തോഷം ഉണ്ടായിരിക്കും. കാരണം ഞാൻ എപ്പോഴും ഒരു ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ചെറിയ ചെറിയ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സ് നൊന്തിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. എടാപോട കമ്പനിയാ ഞങ്ങളിപ്പോ. ഞാൻ വലിയ ആണായിട്ട് ഇവളത്ത് പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഞാൻ അവളുടെ ആയാലും അവളെ കാണിക്കുന്ന ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോയതായാലേ ഞങ്ങൾക്ക് അതിൻ്റെതായ സന്തോഷങ്ങൾ കിട്ടും. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം പോയപ്പോൾ തന്നെയും ആദ്യത്തെ ദിവസം ഞാൻ ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ഒന്നും അല്ലാതായി പോയല്ലോ, ഞാൻ ഇനി ഒന്നേന്ന് തുടങ്ങണമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ഞാൻ അണ്ണനോട് ഞാൻ പിറ്റേന്ന് പറഞ്ഞു പോയത് പോയി ആയുസ് ഉണ്ടെങ്കിലും നമുക്ക് കഴിവുണ്ടെങ്കിലും ഇനിയും നമുക്ക് പറ്റുമല്ലോ അണ്ണ എന്നെ എനിക്ക് പുതിയ ഞാൻ പിറ്റേ ദിവസം രാവിലെ പറഞ്ഞ അണ്ണ എനിക്ക് പുതിയൊരു അക്കൗണ്ട് എടുത്ത് തരുമോ അണ്ണ എന്ന് ഞാൻ പറഞ്ഞു. അണ്ണ എനിക്ക് എടുത്തു തന്നു. ഞാൻ ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പം നമുക്ക് നമ്മളെ എപ്പോഴും ഒരു വിശ്വാസം വേണം. എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നിലയിലെത്തും. ഇനി ഞാൻ ചെയ്യുന്നില്ല എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ കൂടുതൽ സന്തോഷിക്കുന്നത്. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം എന്നോട് ചോദിച്ചാൽ എന്തിനാ വിഷമിച്ചെന്ന് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം ചോദിച്ചത്. പക്ഷേ എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ വീഡിയോ കാണും. അവർ ചിലപ്പോൾ ഞാൻ ആ കാരണം പറയുമ്പോൾ മനസ്സുകൊണ്ട് ഒരു സന്തോഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് വിഷമം സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും പറയാം. വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ട്രസ്റ്റുള്ള ഒരാളോട് മാത്രം പറയാം. വേറെ കണ്ണി കാണുന്ന എല്ലാവരോടും പറയരുത്. കാരണം അവർ 10 പേരോട് പറഞ്ഞാൽ അവർക്കൊരു ചർച്ചാ വിഷയം ഒരു സന്തോഷം ഉണ്ടാകുന്നതല്ലാതെ നിങ്ങളുടെ വിഷമം മാറ്റാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ പിന്നെ അതിന് നിൽക്കണ്ട. അതുമല്ല നമ്മൾ പറയുന്ന ആള് അത് പുറത്ത് പറയത്തില്ല. എൻ്റെ കൂടെ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം സന്തോഷം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ. പക്ഷെ ചിലവർക്ക് അത് 4 കുത്തി അത് 4 ചോദ്യം ചോദിക്കാൻ നിൽക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ ലൈഫ് വെച്ച് കമ്പയർ മറ്റേ ഓൾഡ് ഹൗസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പഴയ ഹൗസ് മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. പഴയ ഹൗസിൽ ഞാൻ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
കിങ്ങിണി പൂച്ചയെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇല്ലേ അണ്ണേ? എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഏതെങ്കിലും പൂച്ചയെ കാണുമ്പോൾ ഈ അണ്ണൻ ചോദിക്കും കിങ്ങിണി ഇപ്പം എന്തോ ചെയ്യുമായിരിക്കും, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ, ആ പുതിയ വീട്ടുകാരുമായിട്ട് ഇതായോ എന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ആ പെണ്ണ് വന്ന് സെറ്റിയിലൊക്കെ കിടക്കുകയും അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ പുതിയ താമസക്കാർ വന്നപ്പം അവരുമായിട്ട് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കൊണ്ടുവരാഞ്ഞതിന്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നു, അവള് ആ വീട് ഈ വീടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ? ഇത് സ്വന്തം വീടാണ്. അത് വാടക വീടാണ് മുത്തുമണീസ്. എല്ലാ മാസവും 8-ാം തീയതി ആണോ ഉണ്ണേ? 5-ാം തീയതിയോ എന്താ നമ്മൾ വാടക കൊടുത്തോണ്ടിരുന്നത്? നമ്മള് 5-ാം തീയതിക്ക് മുമ്പ് കൊടുക്കും. 5-ാം തീയതിക്ക് മുമ്പ് ഞങ്ങക്ക് അയ്യോ വാടക കൊടുക്കണം. ഓരോ മാസം 5-ാം തീയതി ആകുമ്പം നമ്മുടെ മൈൻഡിലേക്ക് വരും ഇത് വാടകയ്ക്കാണ്, ഇത് വേറൊരാളുടെ വീടാണ്, വാടക കൊടുക്കണം അല്ലെ? അതൊക്കെ നമ്മളൊക്കെ സ്വന്തമായിട്ട് പല പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു മോട്ടർ ഇട്ട് ടാങ്കിൽ വെള്ളം നിറഞ്ഞ് ചിലപ്പം ബാത്റൂമിലായിരിക്കും, ചിലപ്പം ഒരു 2-3 മിനിറ്റ് താമസിക്കാൻ വല്ലപ്പോൾ ഓടി അവർ വന്ന് ചോദിക്കും. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത് അവരവൻ്റെ മുതലി അല്ലയോ വേറൊരാൾക്ക് വാടക കൊടുത്താലും അതിലൊരു എപ്പോഴും ഒരു നോട്ടം കാണും. അപ്പം നമുക്ക് അവരെ കീഴിൽ ഒരു അടിമയെ പോലെ ജീവിക്കേണ്ട സാഹചര്യം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ താമസിച്ചെടുത്ത് തൊട്ട് മേളിൽ തന്നെയാണ്. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടറിയാം. പിന്നെന്ന് വെച്ചാല് നമുക്ക് ഉറക്ക പാട്ടോ ഈ എണ്ണം പാട്ടൊക്കെ ഞങ്ങൾ സൗണ്ടൊക്കെ വയ്ക്കും. ഈ വീട്ടിൽ വന്നതിന് ശേഷം എണ്ണം എപ്പോഴും പാട്ട് വയ്ക്കും. അവിടെ ആണെങ്കിൽ എണ്ണം പറയും സൗണ്ട് ഉറക്കി, അവര് എന്തെങ്കിലും പറയും. അങ്ങനൊരു ചിന്തയുണ്ട്. പിന്നെ പണ്ടൊരിക്കൽ മോനൂട്ടനും പൊന്നൂസും കാറിൽ നിന്ന് ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി അവിടെ ഇട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു അവര് പുതിയതായിട്ട് അയ്യത്ത് മാവ് നട്ടു, അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ഇടാൻ പറ്റത്തില്ല, ആ കുപ്പി എടുത്ത് മാറ്റണം. അപ്പം ഞാൻ പെട്ടെന്ന് പോയി എടുത്ത് മാറ്റി അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ വേറൊരാളുടെ ആകുമ്പോൾ നമ്മളെ നിരീക്ഷണത്തിലാണ് അവരുടെ വീട് പന്നല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡം ആണ് മുത്തുമണി. വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് വീട് ആവട്ടെ, ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് പണിയൊക്കെ ആയി പെട്ടെന്ന് തീർന്ന് അവർ പെട്ടെന്ന് സമാധാനത്തിലാവട്ടെ. കാരണം നമ്മൾ 4-5 വർഷം അങ്ങനെ കടന്നുകൊണ്ട് നമുക്ക് അതിന്റെ വിഷമങ്ങൾ അറിയാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ആവട്ടെ. നെക്സ്റ്റ് ഡ്രീം എന്താണ്? നെക്സ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് കൊച്ചു ബാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പുത്തൂടീസ്. അപ്പം ആ ബാധ്യതകൾ കഴിഞ്ഞ് എല്ലാം എനിക്ക് സമാധാനമായതിന് ശേഷം മുറ്റത്തൊന്ന് കല്ലിടണം, ഗേറ്റ് ഇടണം, അങ്ങനെയുള്ള ഇതുണ്ട്. സമാധാനത്തിൽ ചെയ്യാം. ചെറിയ എവിടെയൊക്കെ യാത്ര പോകണം, അങ്ങനെയൊക്കെയുള്ള പണയങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്തതിന് ശേഷം ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അതെ. പിന്നെ യൂട്യൂബ് എന്താ കരിയർ ആക്കി പോകാനാണോ ഇഷ്ടം? യൂട്യൂബ് എന്തായാലും ഞാനിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായാലും നോക്കി ഇങ്ങനെയൊക്കെ ചിരിക്കും. നമ്മുടെ പൊന്നൂസിൻ്റെ മോൻ തന്നെ ഇങ്ങനെയൊക്കെ ചിരിക്കും. അപ്പം ഞാനും ചിരിക്കും, അന്നേരം അവരും ചിരിക്കും. അത് നമ്മളെ തിരിച്ചറിയുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അത് ഇനിയും അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ വലിയ വിലയില്ലെങ്കിലും മറ്റുള്ള വെളിയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു വിലയുണ്ട്. 4 പേര് കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അല്ലെ മറ്റുള്ളവർ നമ്മളെ അറിയുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ്. മാഷാ അല്ലാഹ്, ലവ്ലി കപ്പിൾ. ഒന്നും പറയാനില്ല, സൂപ്പർ. ഒരുമ്മ. നിങ്ങളുടെ വീടിന് മൊത്തം എമൗണ്ട് എത്രയായി? പറഞ്ഞായിരുന്നോ? പുതിയ വീട്ടിൽ വന്നപ്പോൾ ഇത്തായുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 2026 എന്ത് ചെയ്യണം കരുതുന്ന കാര്യം എന്താണ്? ചെയ്യണമെന്ന് കരുതാൻ വീടല്ലാതെ വേറെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടോ? ഇത്താക്കിനി ചെയ്യാൻ ഇനി ജോലിക്ക് പോകുന്നുണ്ടോ? ജോലി ഇനി എനിക്ക് വയ്യാമൊത്തേ. കാരണം ഇപ്പൊ പൊന്നൂസ് ചിലപ്പോൾ പറയാം അമ്മ ഇനി നേഴ്സിങ്ങിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അവിടെ പോവാണെങ്കിൽ രാവിലെ ഞാൻ 7:45 ഇവിടുന്ന് ഇറങ്ങണം, വൈകുന്നേരം 6:45 വരാൻ ഇത് പോകുമായിരിക്കും. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് ഇതൊരു ജോലിയായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിള്ളേരുടെ കാര്യങ്ങളായാലും എന്റെ കയ്യിൽ എത്തുന്നുണ്ട്, എല്ലാം എന്റെ കയ്യിൽ എത്തുന്നുണ്ട്. ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ ഉണ്ടാക്കി കഷ്ടപ്പാട് തന്നെയാ, അത് നിസ്സാരമുള്ള കാര്യമല്ല. അപ്പൊ സാധാരണ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും 2 ഇരട്ടി ജോലി തന്നെ ഇത്. ചിലവർ വിചാരിക്കും ചുമ്മാ വീഡിയോ, ആ വീഡിയോ അവർ കണ്ടന്റ് ഉണ്ടാക്കപ്പെടുന്ന പാട് നമുക്കേ അറിയാം. ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ 2026 അൽഹംദുലില്ലാ എനിക്കറിയത്തില്ല പടച്ചോൻ എനിക്ക് നല്ലത് തരണേ എന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തണം, ഒരു
സ്റ്റേബിൾ ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് മുത്തുമണീസ്. പഠിച്ചോൻ ആയുസ്സും ആരോഗ്യവും തന്നാൽ അവിടെയൊക്കെ എത്താൻ പറ്റും എന്നാണ് വിശ്വാസം. പിന്നെ നമ്മൾ എല്ലാ സ്വപ്നങ്ങളുടെ പുറകെ ഓടാതെ ഒരുപാട് ഓടിയിട്ട് കിട്ടാതിരുന്ന വിഷമിക്കും. അതുകൊണ്ട് ഒത്തിരി ഓടണ്ട, പക്ഷെ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താനും പറ്റൂ. ആഗ്രഹിക്കുന്നുണ്ട് മുത്തുമണീസ്, നല്ലോണം ചില കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും വന്ന് കളിയാക്കിയാലോ. എന്തെങ്കിലും ആവട്ടെ അപ്പോൾ പറയാം. പിന്നെ പൊന്നൂസും മോനുകുട്ടനും സുഖമാണോ? നിങ്ങൾക്കും സുഖമാണോ? അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും യൂട്യൂബിൽ എന്നും ഷോർട്ട് ഇടണം. ഓരോ ഷോർട്ടിനും വീഡിയോസിനും വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദ്യം ഒന്നും ചോദിക്കാനില്ല. എൻ്റെ നെയിം പറയുമോ? അജിമി. അതായത് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്, അത് അവിടെ സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് എന്തൊക്കെ വിഷമം, അതായത് നീ ഇന്ന് വീഡിയോ ഇട്ടില്ല വിഷമം, എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിൽ എന്നും ഷോർട്ട് ഇടണം, ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണ് എന്ന് അതിന്റെ കൂട്ടത്തിൽ വായിക്കുമ്പോൾ വിചാരിക്കും നീ ഷോർട്ട് ഇടുന്നത് എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിൽ. എനിക്കൊന്നും പിന്നെ പറയാനില്ല, എന്നും ഷോർട്ട് ഇടണം, ചോദിക്കാനൊന്നുമില്ല. അങ്ങനെ ലവ് യു മുത്തേ അജ്മി, ലവ് യു. എനിക്കൊരു ഗീവ് അവേ തരുമോ? ആരും തന്നില്ല. ഇത്താടെ ഫാനാണ്, ഒരുപാട് ഇഷ്ടമാണ് ഫാമിലിയെ. ജഫ്ന ഉടനെ ഉടനെ ചെയ്യും. ഇൻഷാല്ല ഉടനെ ഗീവ് അവേ തരാം കേട്ടോ. ഉടനെ ഗീവ് അവേ തരാം. എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് അങ്ങ് മാറി മാറി പോകുന്നേ മുത്തുമണീസ്. ഗീവ് അവേ എന്ത് കൊടുക്കും? തരാം, എന്തെങ്കിലും തരാം നിങ്ങൾക്ക്. പിന്നല്ല സിയ ഫാത്തിമ. പിന്നെ തലച്ചറയിൽ റിലേറ്റീവ് ഉണ്ടോ? തലച്ചറ ഉണ്ടാ? തലച്ചറ നമുക്ക് സ്വന്തക്കാരുണ്ട്, കാണും. അല്ലാതെ അടുത്ത ബന്ധവും നമ്മൾ എപ്പോഴും പോകുന്ന അടുപ്പമുള്ള ബന്ധക്കാരൊന്നും ഇല്ല. ഇതുപോലെ നമ്മളെ കൊച്ചിത്തായൊക്കെ കല്യാണം കഴിച്ചതും അങ്ങനെയൊക്കെ ബന്ധങ്ങൾ. ഒരു ഹായ് തരുമോ? ഹായ് എന്തുവാ? ഹനിയ മിസ്രിയ ഷമീറ. ഹായ് മുത്തുമണീസ്. നിങ്ങളുടെ ഭർത്താവിന് പെങ്ങന്മാരും വാപ്പയും ഉമ്മയും അനിയൻ ഏട്ടനൊക്കെ ഉണ്ടോ? പിന്നില്ലാതെ. ഈ എണ്ണന്റെ നമുക്ക് ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേ? നമുക്ക് ഇതിനു മുമ്പ് കുറച്ച് തപ്പോട്ടൊക്കെ അടിച്ചു നോക്കിയാൽ മതി. കാരണം അവർ കൂടുതൽ വീഡിയോയിലൊന്നും ഇരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അപ്പം നമ്മളിപ്പം ഞങ്ങളുടെ ലൈഫിൽ ഇപ്പം കാണിക്കുന്നത്, ഇപ്പം അവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയി കടകളുണ്ട്, കടയിലാണ് ഇടമണ്ണ്. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴല്ലേ എടുക്കൂ. അപ്പോൾ ആ സാഹചര്യങ്ങൾ വരുമ്പോഴേ അവരെ കാണിക്കാൻ പറ്റൂ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വ്ളോഗ് എടുത്താലും ഷോർട്ട് എടുത്താലും നമ്മളിവിടെ ഇല്ലല്ലോ അവർ. ആ സാഹചര്യം കൊണ്ടാണ് അവരെ കാണിക്കാത്തത്. അതുമല്ല അവർക്ക് വലിയ കൂടുതൽ താല്പര്യമില്ല വീഡിയോയിൽ നിൽക്കാൻ, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. ഇപ്പോൾ വരുന്ന നെഗറ്റീവ് കമൻസിനോട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല മുത്തുമണീസ്. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യനെ ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഒരാളെ ഇഷ്ടം തോന്നാനും സാധ്യതയുണ്ട്. അപ്പം പലരും പല വിധമാണ്. എനിക്ക് ഒരാളുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചിരിച്ചാൽ മതി, എനിക്ക് പെട്ടെന്ന് ഒരു സ്നേഹം തോന്നാറുണ്ട്. പക്ഷെ ചിലവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പം എന്നെ ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കാം. അപ്പം അവരെഴുതി വെക്കുന്ന കമൻറ്റുകളിൽ ചിലപ്പോൾ ഒരു സത്യവും ഇല്ലാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പം എനിക്ക് അതിനോട് ഞാനിങ്ങനെ അതങ്ങ് ചുമ്മാ കളയും. പ്രത്യേകിച്ചൊന്നും അതിനോടൊന്നും പറയാനില്ല. പിന്നെ ദേഷ്യവും ഇല്ല കേട്ടോ അവരോട്. ഹസ്ബൻഡിന് എന്താണ് ജോലി? എൻ്റെ ജോലി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു പിക്കപ്പായിട്ട് ഞങ്ങളൊരു മലക്കറി തമിഴ്നാട്ടിൽ പോയി മലക്കറിയൊക്കെ എടുത്ത് കടകളിൽ ഹോൾസെയിൽ ഇറക്കി കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം കുറച്ച് നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് പോയി പിന്നെ ഭയങ്കര പാടായി ഈ സാധനം ഇറക്കിയിട്ട് പിന്നെ ഈ പൈസ തിരിച്ചു കിട്ടാനേ. അപ്പോൾ കുറച്ച് നാൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം പിന്നീട് പോകുന്നത് വെറുതെ, അതായത് വെളുപ്പാങ്കാലം ഒരു 3-4 മണിക്കൊക്കെ പോകും തമിഴ്നാട്ടിൽ. പോയി ഏകദേശം, അതായത് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇടവിട്ടേ പോകുന്നുള്ളൂ. ആ പോയിട്ട് ഏകദേശം വൈകിട്ടാവും വീട്ടിൽ എത്താൻ. അപ്പോൾ നമ്മൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കടകളിൽ കൊണ്ട് സാധനം ഇറക്കിയിട്ട് ഇവന്മാർ വലിയ പൈസ തരാൻ. കാരണം ഒരു 50,000 രൂപയുടെ സാധനം ഒരു മലക്കറി ഒരു കട ഇറക്കി കൊടുത്താൽ ഒരു 40,000 രൂപ നമുക്ക് കിട്ടും, ആദ്യം തരും. അത് കഴിഞ്ഞ് ഒരു 10,000 രൂപ വരെ പെൻഡിങ് ഇടും. പിന്നീട് ആ 10,000 രൂപ മേടിക്കാൻ വേണ്ടി ഞാൻ 10 വട്ടം പോകേണ്ടി വരും, 1000 രൂപ 500. അപ്പോൾ അങ്ങനെ പോയി കാരണം ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമുക്കത് പ്രയോജനം ഇല്ലാതായപ്പോൾ അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് തടിക്കച്ചവടം തുടങ്ങി. തടിയുടെ പരിപാടി കുറച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന്
വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഏകദേശം ഇപ്പം അതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് 2 മാസമായിട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. അത് ഇൻഷാ അല്ലാഹ് തുടങ്ങണം. ഒരു വണ്ടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും തുടങ്ങണം അത്. അതിപ്പം ഇടയ്ക്കതൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നതൊക്കെ അത് കച്ചവടമായി പോകണം. എന്നാലേ ഇനി അടുത്ത മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പം അല്ലയോ, ഇപ്പോൾ ഈ ഏകദേശം നമ്മുടെ ഈ പരിധിയിലല്ല, നമുക്കതിന് 2 പാർട്ട്ണറുണ്ട്. അപ്പോൾ ഇച്ചിരി ദൂര സ്ഥലത്തൊക്കെയാണ് സാധനങ്ങൾ ഇറക്കിയിട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കച്ചവടമായി പോയി ഇട്ട് വേണം ഇനി അടുത്തത് പുതിയത് തുടങ്ങാൻ. ആയിക്കോട്ടെ ചേച്ചി, പൊന്നൂസിന് നിങ്ങളും ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് കുറച്ചും കൂടി കൂട്ടണമെന്ന്, എക്സ്പെഷ്യലി ഡാൻസ് വീഡിയോസൊക്കെ പൊന്നൂസിനെ കൂട്ടണമെന്ന്. ഇന്നിപ്പോൾ രാവിലെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, വൈകിട്ട് വന്നിട്ട് എടുക്കണം. ചിന്നിഗുണ്ടലോ ആ പാട്ട് എനിക്ക് നിങ്ങളെ നേരത്തെ കളിച്ചേ, അത് പൊന്നു ഇന്ന് പഠിച്ച ഒറ്റയ്ക്ക്. ഒരു റെയിൻബോ ഫ്രോക്ക് ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് സൂപ്പർ ആയിരിക്കും. അത് വെച്ചിട്ട് പൊന്നൂസിനെ കളിപ്പിക്കാം. നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നും ഇത്ര സന്തോഷത്തിലായിരിക്കട്ടെ. ഇൻഷാല്ലാ ആമീൻ. ഞങ്ങൾ അങ്ങനെ സന്തോഷിക്കുക കാണുമ്പോഴേ ചിലവര് അണ്ണൻ ഒരു പണിയില്ലല്ലോ, അണ്ണനെ സാധാരണ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാത്തതാണ് മുത്തുമണി. ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ കഥ കുറച്ച് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് അവിടെ കട്ടിൽ ഇങ്ങനെ റീൽസ് ഒക്കെ ഉണ്ടങ്ങ് കിടക്കാൻ. ഞാനിപ്പോ പുറത്തോട്ട് പോകേണ്ട സാഹചര്യം വരുമ്പോൾ വീഡിയോ എടുക്കത്തില്ല. ഞങ്ങളിപ്പോൾ എന്നും ഇപ്പോൾ ഇവള് ലഞ്ച് ബോക്സ് കൂടെ എടുക്കുമ്പം ഞാൻ വേണമെന്നില്ലല്ലോ, ഇവളത് എടുക്കും. അല്ലാതെ ഞാൻ വേണ്ട സമയത്ത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുക്കൂ. അതെന്താ മനസ്സിലാക്കാത്തത്? അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം അല്ലയാ? ചിലവർ പറയുന്നത് യൂട്യൂബിലെ വരുമാനം കൊണ്ടാണ്. യൂട്യൂബിലെ വരുമാനം ആണെങ്കിൽ പിന്നെ നമുക്ക് എന്താ ദഹിക്കത്തില്ലേ കഴിച്ചാ? എല്ലാം കഷ്ടപ്പാടല്ലേ. ഒരു വീഡിയോ ഉണ്ടാക്കപ്പെടുന്ന പാട് ഞങ്ങൾക്കേ അറിയാവൂ സത്യം പറഞ്ഞാൽ. ചിലവർ പറയുന്നില്ല, നിസ്സാരം പോലെയല്ല, നമ്മളെ കളിയാക്കുന്ന രീതിയിലല്ലേ ചിരിക്കുന്ന സ്മൈല് വിട്ടിട്ട് ഇങ്ങനെ പറയുന്നത്. അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇതൊന്നും ഒരു നിസ്സാര കാര്യമല്ല. എല്ലാവരും പണം ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ആ ജീവിക്കാനുള്ള മുതൽ ഇവിടെ കിട്ടി, ഇവിടെ സന്തോഷിച്ചാൽ എന്താ കുഴപ്പം? അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഞങ്ങളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ തന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. കാരണം ചിലവർക്ക് കുശുമ്പ് ഉണ്ടാവാം, അസൂയ ഉണ്ടാവാം, പലതും ഉണ്ടാവാം. അപ്പോൾ ഞങ്ങളെ യൂട്യൂബിൻ്റെ വരുമാനത്തിൽ തന്നെ ചിലവരെ സംസാരമുണ്ട് വേറെ രീതിയിൽ. അപ്പം ഞാൻ ചെയ്യുന്ന വേറെ കാര്യങ്ങൾ ഇതിൽ പറയേണ്ട ആവശ്യം ഇതില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഇനി വെറുതെ ഏങ്ങൽ കിട്ടണ്ടല്ലോ അല്ലയോ, വെറുതെ സംസാരിച്ച് ഇത് ആക്കണ്ട. അപ്പം ഞങ്ങൾ ആ വഴിയെ ഞങ്ങളങ്ങ് പോയിക്കോട്ടെ. നമ്മൾ ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ അങ്ങ് പോകട്ടെ. എൻ്റെ പേര് ആമിന. ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഒരു കല്യാണത്തിന് വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. എൻ്റെ പേരും എൻ്റെ മോൻ അർമാൻ്റെ പേരും പറഞ്ഞ് ഒരു ഹായ് പറയാമോ? ഹായ് മുത്തേ. കാര്യറയിൽ കറക്റ്റ് എവിടെയാ സ്ഥലം? സർക്കാരമുക്ക്. എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് ഒക്കെ കാര്യറയിലുണ്ട്. ഞാൻ എപ്പോൾ വന്നാലും നിങ്ങളെ അവിടെയൊക്കെ നോക്കും, ബട്ട് കാണില്ല. റിപ്ലൈ തരണേ. കാര്യറ ആരോട് ചോദിച്ചാലും മതിയടാ. അല്ല, റോഡ് സൈഡ് അല്ലല്ലോ, നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഇച്ചിരി കയറി വരണം. ഇക്കാടെ ഉമ്മായും വാപ്പായും ഒക്കെ ഇപ്പോ എവിടെയാണ്? അന്വേഷിക്കാറുണ്ടോ? ഇത്തായും ഉമ്മായും ഇത്താടെ വീട് എവിടെയാ? ഇക്കാടെയോ? ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇവിടെ അടുത്താണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ അമ്മ ഇവിടെ വീട്ടിലുണ്ട്. രാവിലെ അമ്മ ഒരു 8 മണിയാകുമ്പോൾ അങ്ങ് പോകും. എന്നിട്ട് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കിടക്കാൻ വരും. കാരണം അവിടെ ഇനി പ്ലംബിങ്ങിന്റെ പണിയും കൂടെ ഉണ്ട്. അപ്പം പക്ഷെ ഞാൻ അമ്മയെ അധികം വീഡിയോ കാണിക്കുന്നില്ല. അമ്മയ്ക്ക് അധികം നിൽക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ അത്ത ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ അണ്ണൻ്റെ വീട്ടിൽ പോകുമ്പോഴും ഞാൻ വീഡിയോ എടുക്കാത്തതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ അണ്ണൻ്റെ അത്തായും അമ്മായും ഉണ്ട്, വേറെ വീടുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ അമ്മയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് അവരവിടെ നിന്നോട്ടെ. അതെ. പിന്നെ പഴയ വീട് മാറാൻ എന്താ റീസണോ? നമ്മൾ പുതിയ വീട് വെച്ചോണ്ട്. പഴയ വീട് നമ്മൾ വാടക വീട്ടിലല്ലായിരുന്നു, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് വീട് വെച്ചപ്പോൾ വീട്ടിലോട്ട് വന്ന് എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യാറ്. പിന്നെ അസ്സലാമു അലൈക്കും. സാലിഹ സുഖമാണ്? സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. വീട് എത്ര റേറ്റ് പറഞ്ഞല്ലോ? ഫിനിഷിംഗ് വർക്കാണോ കൊടുത്തത്? അതാണോ? ഓരോ പണിയും നിങ്ങൾ ചെയ്തിട്ടാണോ? റിപ്ലൈ തരണേ. ഞാൻ സ്വന്തമായിട്ട് ഓരോരുത്തരെ പണി തപ്പിപ്പിടിച്ച് ഒപ്പിയെടുത്ത് ഓരോരുത്തരെയും കൊണ്ട് പണി അതായത് തേപ്പ് വരെ ഏകദേശം ഒരാൾക്ക് കൊടുത്തത്, കോൺട്രാക്ട് കൊടുത്തത്. തേപ്പിൽ ഇച്ചിരി തരികൾ കാണിച്ചപ്പോൾ പുള്ളിയെ ഞാൻ മാറ്റിയിട്ട് പിന്നെ വേറെ മാറി
ഓരോരുത്തർ എല്ലാ ജിപ്സത്തിൻ്റെ പണിയായാലും പെയിൻറ്റിങ്ങിൻ്റെ പണിയായാലും ഇൻറ്റീരിയർ എല്ലാം വേറെ വേറെ ആൾക്കാർ, എല്ലാം നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ച്. പ്രത്യേകിച്ച് അങ്ങനൊന്നും പറയാനില്ല. നിങ്ങളുടെ വീഡിയോ എല്ലാം സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മുത്തേ. ഞാൻ ഇപ്പം നമ്മൾ ചില വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ എണ്ണ ഇങ്ങനെ തപ്പിപ്പിറക്കിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് പറയും. അപ്പം ഞാൻ പറയണ അടിയിലോട്ട് പോസിറ്റീവ് കാണും. അപ്പോൾ ഒരുപാട് നല്ലത് പറയുന്നതിൻ്റെ മുകളിലായിരിക്കും നെഗറ്റീവ് പറയുന്നത്. ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾ പോസിറ്റീവ് പറയുന്ന ആൾക്കാർ. ചില പോസിറ്റീവ് കമന്റ് ഒക്കെ വായിക്കുമ്പോൾ എന്റെ കണ്ണൊക്കെ നിറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നല്ലോ. വേറെ ഇപ്പം ഒരു വീഡിയോ ഇട്ട് 1,00,000 പേര് കണ്ടെന്ന് വിചാരിച്ചോ, അതിലൊരു 250 പേരാണ് കമന്റ് ഇടുന്നത്, അതിലൊരു 10-15 പേരെ നെഗറ്റീവ് കാണും. അപ്പോൾ 1,00,000 പേര് 10-200 പേര് പോസിറ്റീവ് പറഞ്ഞ് കുറച്ച് ആൾക്കാർ നെഗറ്റീവും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി. ബാക്കി ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കമൻ്റ് ഒന്നും ഇടാതെ വീഡിയോ മാത്രം കണ്ട് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്ക് നെഗറ്റീവിനേക്കാളും കൂടുതൽ നമുക്ക് പോസിറ്റീവായ ആൾക്കാരാണ് നമുക്കുള്ളത്. അത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ വീടൊക്കെ ആയല്ലോ, ഇനി ഇത്താക്ക് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യം എന്താണെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു കാര്യത്തിനോട് ഭയങ്കരമായിട്ടുള്ളൊരു വാശിയുണ്ട്. ഒരു കാര്യം എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന കാര്യമല്ല, എൻ്റെ കഴിവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഞാൻ പലവട്ടം അണ്ണൻ്റെ അടുത്ത് ചിലപ്പോൾ തമാശയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അണ്ണന് ഏതൊരു കാര്യവും ഓർത്ത് വെക്കുന്ന ഒരു ശീലമില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, പറയണോ വേണ്ട പറയണ്ട, ഇരുന്ന് ചിന്തിക്കുക എന്തുവാ ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അത് നടന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ നേടിയെടുത്തു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നെഗറ്റീവ് കമന്റ് കയറും. അപ്പോ പിന്നെ അയ്യോ എന്ത് കമന്റ് പോയാ. യൂട്യൂബ് ഇൻകം അതൊക്കെ വലിയ തരക്കേടില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ചില മാസം വീഡിയോ ഓടത്തില്ല, ചില മാസം എനിക്ക് ബ്ലോഗുകളൊന്നും കാണത്തില്ല തോന്നി. അപ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ നിശ്ചിതമായൊരു വരുമാനം ഇതിനകത്തില്ല പറയാനായിട്ട്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ നിന്നോ ഇച്ചിരി പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടുകൂടാത്ത ചില ആൾക്കാർ കിട്ടുന്നത് തന്നെ നമുക്ക് ഇത് ചെലവായി പോവാ, അത്രയും കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കണ്ടേ. കണ്ടുകൂടാത്ത ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ ഇന്നിപ്പോ രാവി എന്നെ തളർത്തി എൻ്റെ മുട്ടുകാൽ എനിക്കിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത വിധമാവും. എന്തിനാണ് വെറുതെ നമ്മൾ അവരെ വാശി പിടിപ്പിക്കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ ഫാമിലി പൊളിയാണ്, നല്ല ഫാമിലിയാണ്. അമ്മ, അച്ഛൻ, 2 കുട്ടികൾ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. എല്ലാവരും അങ്ങനെ കിട്ടുന്ന നമ്മളുടെയൊക്കെ ജീവിതം പോലെ. അമ്മേനെയും അച്ഛനെയും വഴക്ക് ആരൊന്നും ഞാനും അനിയനും അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിച്ച ഓർമ്മ പോലുമില്ല. അതിൻ്റെ അമ്മയും അച്ഛനും അമ്മയും അച്ഛനും വഴക്കായിരുന്നു. അതുകൊണ്ട് അമ്മയും അച്ഛനും അനിയനും ആ മോളും ഒന്നിച്ച് ജീവിച്ച ഓർമ്മയില്ലെന്ന്. പിന്നെ നിങ്ങൾ 3 പേരും ആയിരുന്നു അച്ഛൻ മരിച്ചത്. ഇപ്പം ഞങ്ങൾ 3 പേരും 3 പ്ലേസിൽ എന്തോന്ന് ജീവിതമാണെന്ന്. എന്താ ചെയ്യാനാ? ഒരു ഉമ്മ കൊടുത്തേക്കട്ടെ. അത് എന്തായാലും നല്ലത് വരട്ടെ. അതെ, ആദിത്യ വിഷമിക്കണ്ടടാ. എല്ലാവർക്കും ഇപ്പൊ ഞങ്ങളിപ്പോ ഇച്ചിരി സന്തോഷത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുപാട് വിഷമങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളെ നോക്കുമ്പോ ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പടച്ചോ സഹായിച്ച ആ സന്തോഷം ഇപ്പോഴാണ് ഞങ്ങൾക്ക് വന്നത്. ഇപ്പൊ എൻ്റെ ലൈഫ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാനൊരു ഈ പൊന്നൂനെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നാൾ വരെയൊക്കെയും ഞങ്ങളുടെ ലൈഫ് ഭയങ്കര വിഷമമായിരുന്നില്ല അണ്ണേ. അന്ന് ഞങ്ങളുടെ ലൈഫിൽ എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇടപെടുകയും എല്ലാവരും അഭിപ്രായങ്ങൾ പറയുകയും എല്ലാവരും ഭരിക്കുകയും ചെയ്യുന്ന ഒരു ലൈഫായിരുന്നില്ല അണ്ണേ. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും വിഷമങ്ങളും. പിന്നെ എൻ്റെ കൊച്ചുനാളെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കടം ബാധ്യതകൾ ഒഴിഞ്ഞൊരു സമയമില്ലായിരുന്നു. ഒരു പിന്നെ ലോണ് കാര്യങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടായോണ്ടായിരിക്കും പടച്ചവൻ ഒരു സമയത്ത്. അപ്പൊ അത്തായ അമ്മായൊക്കെ കാണും വിഷമമായിരുന്നു എനിക്ക്. നല്ല രീതിയിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പൊന്നൂസിൻ്റെ അടുത്ത് മോനൂട്ടിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ കാറിലൊക്കെ പോകുമ്പോൾ പൊന്നൂസ് പറയാം, അമ്മ പഴയ കഥ പറ. ഞാൻ പറയും
പണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരികളൊക്കെ മോതിരം, കമ്മല്, കൊലുസ്, ചെയിനൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ എനിക്ക് മനസ്സിൽ, ഞാനൊരു പെങ്കൊച്ചല്ലേ, എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് കൊതി തോന്നിയിട്ടുണ്ട് ഇടാൻ. പക്ഷെ എനിക്കൊരു മുട്ടുപോലെ കമ്മലുണ്ട്, അത് ചിലപ്പോൾ അമ്മ എന്തെങ്കിലും അടവോ കാര്യമോ വരുമോ പെട്ടെന്ന് കൊണ്ട് പണയം വെക്കും, എടുത്ത് ഇട്ടും. പക്ഷേ ഇങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് പ്രായമായപ്പോൾ അത്ത കൊലുസൊക്കെ കൊടുത്തിട്ട്, പക്ഷെ അത് ഇതുപോലെ ലോണ് ആവശ്യമൊക്കെ വരുമ്പം പണയം വെക്കും. പിന്നെ അത്ത 3 വർഷത്തിനിടയിൽ വരുന്നത് തന്നെ 4 മാസം 5 മാസം ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് ഞാൻ. അങ്ങോട്ട് നീര് മനുഷ്യ. അപ്പൊ അന്നേരം അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ നമ്മുടെ അത്തായ അമ്മയൊക്കെക്കാളും വിഷമിക്കും നമ്മള്. അപ്പൊ അങ്ങനത്തെ ഭയങ്കര വിഷമമായ കാര്യത്തിലൂടെയോ ഒക്കെ കടന്നു പൊക്കോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇപ്പോഴും പറയും, ഞങ്ങളുടെ ഒരു അക്കയുടെ കല്യാണ സമയത്ത് എന്റെ മാമാടെ മക്കളൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ട് പോയപ്പോ എനിക്ക് ഞങ്ങളുടെ പെരിയമ്മാടെ മോള് ഒരു ചുരിദാർ പീസ് തന്നത്, തച്ചത്, ആ കൊച്ചിന്റെ തച്ചതെന്ന് ഷേപ്പ് അടിച്ചായിട്ട് അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പൊ പിന്നെ അമ്മച്ചി വീട്ടിൽ ചെന്നപ്പോ എൻ്റെ അനിയൻ അമ്മച്ചും 500 രൂപ കൊടുത്തിട്ട് ഒരു ഷർട്ടൊക്കെ മേടിക്കാൻ പോകുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പം. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഒത്തിരി വിഷമിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പോഴാണ് പടച്ചോൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നതും. അത് പക്ഷേ സാധാരണ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈം തൊട്ടേ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ട്, ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞ് ചിലവാക്കി തുടങ്ങിയത് അണ്ണൻ്റെ പൈസയാണ്. അപ്പം പിന്നെ ഞാൻ ജോലിക്ക് പോയി എന്ന് പറഞ്ഞാൽ 1 വർഷം ജോലി ചെയ്തുള്ളൂ. അത് അപ്പോഴും എനിക്ക് സ്കൂട്ടിക്ക് CC അടയ്ക്കുമായിരുന്നു, വീട്ടിലെ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് അച്ചാറ് സമയത്തൊക്കെ എൻ്റെ 50,000 രൂപ ഉണ്ടായിരുന്നു ബാങ്കിൽ, അത് ഞാൻ അത്താക്കി എടുത്ത് കൊടുത്തു കല്യാണത്തിൻ്റെ ചിലവിനെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള. അണ്ണനാണെങ്കിൽ പോലും ഒരു സ്കൂൾ ടൂർ പോലും പോയിട്ടില്ലെന്ന് എപ്പോഴും പറയാം, അല്ലേ അണ്ണേ? ഒരു ടൂർ പോലും പോയിട്ടില്ല. അങ്ങനെ അണ്ണൻ പറയാം, ഒരു സൈക്കിള് പോലും ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള ലൈഫായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ഇപ്പൊ പടച്ചോൻ സഹായിച്ച് പൊന്നൂസിനോട് മോട്ടറിനും പറയാം, അല്ല അവരൊക്കെ ഇപ്പൊ നമ്മുടെ അത്തായമ്മ പറയുന്നത് ആഹാരത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക്, അല്ലയാ? മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാൻ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പാടുപെടുന്ന സമയമാണ് ആ സമയം. അവർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഒരു ഡാൻസ് പഠിക്കണം. ഇപ്പൊ പൊന്നൂനോ ഡാൻസ് പഠിക്കണമെങ്കിൽ ഞാൻ പറന്ന് നടക്കും എവിടെ വേണമെങ്കിലും. പക്ഷെ എൻ്റെ അടുത്തൊന്നും അമ്മ ഒന്നും ചോദിക്കാനുള്ള സമയമോ സാഹചര്യമോ ഇല്ല. ആട്, പശു, അങ്ങനെയൊക്കെ അവരുടെ ലൈഫും അങ്ങനെ. പക്ഷെ ഇപ്പം ഞാൻ എപ്പോഴും പൊന്നൂസിനോട് പറയും, ഞാൻ്റെ നിങ്ങളെ കൊണ്ടുപോകാൻ കാറുണ്ട്, സ്കൂട്ടി ഉണ്ട്, റോളിംഗ് ബാഗുണ്ട്. അത്താക്കി അമ്മയ്ക്കാണെങ്കിൽ ഞാൻ പറയും, എൻ്റെ ബാഗ് സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന പൊട്ടി വീണ് അമ്മ അതും കൊണ്ട് ചന്തയിൽ പോയി തയ്പ്പിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്, ചെരുപ്പ് തച്ച് പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു ചെരുപ്പ് തയ്ച്ചിട്ട് കൊണ്ടുപോകേണ്ടതോ അല്ലെങ്കിൽ ചെരുപ്പ് തച്ചിട്ട് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതൊന്നും അവർക്ക് വന്നിട്ടില്ല. കാരണം അണ്ണൻ വിളിക്കാൻ പോകുന്നു, കൊണ്ടുവരുന്നു. പക്ഷെ അവർക്കൊക്കെ അന്നേരം ഞങ്ങളുടെ ലൈഫ് ഓർത്ത് സ്വർഗമാണ്. പക്ഷെ അത്രയും വേറെ കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് എല്ലാം ഉണ്ടെങ്കിലും പോലും പക്ഷെ അന്നത്തെ കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നേതാ, നമുക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിനായാലും ഒരു വിശേഷ ദിവസങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തക്കാരെല്ലാവരും അങ്ങ് ഒരുമിക്കും, അല്ലയാ? പിന്നെ അന്നത്തെ വെച്ചാൽ വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ചിലപ്പം കല്യാണമോ പെരുന്നാളൊക്കെ വരുമ്പോഴായിരിക്കും എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലവ് മാരേജ് കാര്യം, അതിലൊക്കെ വന്ന പ്രശ്നം കൊണ്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും പറ്റാത്ത വീർപ്പുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. മുത്തുമണീസ് പൊന്നൂസ് മോട്ടൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആ പ്രായത്തിലാണ് ഞങ്ങളും ജീവിച്ചു തുടങ്ങുന്നത്. സാധാരണ 23 കല്യാണം കഴിഞ്ഞു, എൻ്റെ 21 കല്യാണം കഴിഞ്ഞു. പിന്നെ പൊന്നൂസ് 22ാമത്തെ വയസ്സിലാവുന്നു. പറയുന്നത് അപ്പൊ പറയും ഈ ചെറുക്ക് കളവനാണ്. ഞാൻ ഈ അണ്ണന്റെ കഴിഞ്ഞ വർഷം എന്റെ ബർത്ത്ഡേ വീഡിയോ ഇട്ടപ്പോ പറയുക, കഴിഞ്ഞ വർഷത്തെ അവന്റെ ബർത്ത്ഡേക്ക് ഇവള് പറഞ്ഞു അവന് 33 വയസ്സാണ് കഴിഞ്ഞ വർഷം പറഞ്ഞു. ഇങ്ങനെ കള്ളം പറയണം. ഈ ചെറുക്കന് 33 വയസ്സായിരുന്നു. ഈ ചെറുക്കന് 33 വയസ്സായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം 34 വയസ്സ്. ഞാൻ കള്ളം പറഞ്ഞില്ല. അതിനകത്ത് എന്റെ ബർത്ത്ഡേക്ക് അത് വന്ന് കൊന്നു വെച്ചേക്കുന്നത്. 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. 2 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇനി അടുത്ത
പിന്നെ ഇത് വായിക്കാതെ പോകരുത്. വീട് മാറിയതിന് ശേഷം ഉണ്ടായ ചേഞ്ച് എന്തൊക്കെയാണ്? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചു കിട്ടിയോ? ഇല്ല മുത്തേ, കിട്ടിയില്ല. ഞാൻ അതിന് പകരം വേറൊരെണ്ണം തുടങ്ങി. പോയത് ഓർത്ത് വിഷമിച്ചിരിക്കണ്ടല്ലോ. പിന്നെ ഇത് സാരിയ ഷാജാൻ എന്ന് പറഞ്ഞ പേര് തന്നെ. വീട് മാറിയതിന് ശേഷം തന്നെ എനിക്കൊരു ഫ്രീഡം കിട്ടി മുത്തുമണി. നമുക്കൊരു സമാധാനം. സത്യവാ, എനിക്കൊരു ഫ്രീഡം കിട്ടി. വേറൊരു വീട്ടിലായിരുന്നപ്പം നമുക്ക് ആ ഒരു പൊന്നൂസ് മുണ്ടനെ എന്തെങ്കിലും ചെയ്താലും മക്കളെ ഫിറ്റ് അഴുക്കാക്കില്ല. നമ്മൾ പോകുമ്പോൾ അവരങ്ങനെ പറയും ഇങ്ങനെ പറയും, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. ഒരു സാധനം, മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീട്. അതെ, ആ സ്വപ്നം നമുക്ക് നേടി കിട്ടുമ്പം നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷങ്ങളൊക്കെ അത് കാണുമല്ലോ. അത് തന്നെ അത്രേ ഉള്ളു. നമുക്കിപ്പം ആ ഫീലിംഗ് നമുക്ക് ഇല്ല, കിട്ടിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. നീ കിട്ടാനുള്ളവർക്കും കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാം സാലി കൊല്ലം വരുമ്പോ അറിയിക്കണേ ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താടാ ഇപ്പം ഞാൻ നിന്നോട് ചോദിക്കുക? എല്ലാ കാര്യങ്ങളും നീ പറയുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോഴുള്ള കുറച്ച് നല്ല ഓർമ്മകൾ പറയുമോ? അയ്യോ, എന്നെ അറിയാവുന്ന ആരെങ്കിലും ആണോ? അഞ്ജിത. ഹയർ സെക്കൻഡറി പഠിക്കുമ്പോ നല്ല പോലെ നടന്നു പോകും. 3-4 കിലോമീറ്റർ നടന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ എന്നെ കിലുകിലെന്ന് സംസാരിക്കുന്ന എന്നെ നിങ്ങൾക്ക് അറിയാം. ഞാൻ മിണ്ടാപ്പൂച്ചിയായിരുന്ന ഒരു കാലം നിങ്ങൾക്ക് അറിയുമോ? അതായിരുന്നു ആ കാലം. ഞാൻ ഈ സാധാരണ മോനൂട്ടനോട് പറയും, അമ്മായി ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ എന്ന്. അപ്പൊ ആ മോനൂട്ടൻ പറയും, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മയുടെ വായിരിക്കുന്ന കേൾക്കാൻ വല്ല ആവശ്യമുണ്ടോ? അത്തനുഭവിച്ചോ? ഇങ്ങനെ പറയും. ഞാൻ വലിയ സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. ചില സമയമൊക്കെ ആൾക്കാരും പോകുന്നൊന്നുമില്ല. ഞാൻ ചിലപ്പോ വെളിയിലൊക്കെ നിൽക്കുമ്പം എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇങ്ങോട്ട് വാ മനുഷ്യ, ഈ പൊട്ടന്റെ കാര്യം ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ചില സമയം അങ്ങനല്ല. ജനല് തൂത്തോണ്ടിരുന്നപ്പോ എന്തുവാ, ജനല് തൂത്തോണ്ടിരുന്നപ്പോ എന്റെ കയ്യിലെങ്ങാണ്ടാ എന്തോ ചെയ്താ, എന്തോ പറഞ്ഞപ്പോ എന്താ ഞാൻ എടാ പൊട്ട അങ്ങനല്ല അങ്ങനെ പറഞ്ഞേ. എന്നിട്ട് തിരിച്ചു കയറി അകത്തിട്ട്, എടി അവിടെ ആള് നിന്നപ്പോ നീ എന്നെ വിളിക്കോ പൊട്ടാതെ. പിന്നെ ആ ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ട് അങ്ങ് വരുന്നതാണ്. ഞാൻ വീഡിയോ എടുത്തപ്പം എൻ്റെ അടുത്ത് അവള് പറഞ്ഞത് മറ്റേ ഫോണിൽ എടുക്കാനാ. ഞാൻ ഈ ഫോണിൽ എടുത്തത്. കാരണം കുറച്ച് ഷോട്ട് ആ ഫോണിലും ഈ ഫോണിലും 2 ഫോണിലും കൂടെ എടുത്ത്. പറഞ്ഞു ഈ മണ്ണെടുത്ത് ഞാൻ പറഞ്ഞതാ ആ ഫോണിൽ തന്നെ എടുന്ന്. ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറിയപ്പം ഫോണിൽ പകുതി വീഡിയോ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, അണ്ണേ നീ വീഡിയോ എടുത്തില്ലേ? അപ്പം അത് ഞാൻ മറ്റേ ഫോണിലാണ് എടുത്തത്. അപ്പം ഈ മണ്ടനോട് ഞാൻ പറഞ്ഞത് ഈ ഫോണിനകത്ത് എടുക്കാൻ. അങ്ങനെയൊക്കെ പറയാം. അതൊരു ഫ്രീഡത്തിന് പുറത്ത് വരുന്നേ മൊത്തം. അത് ചിലപ്പോ നമുക്കതൊക്കെ സന്തോഷമല്ലേ. നമ്മൾ പിന്നെ ചിലവര് പറഞ്ഞ പോലെ നമ്മളിപ്പോ വലിയ ഞാൻ വലിയ ആണത്തമുള്ളവനാ, നമ്മുടെ കാൽ ചോട്ടി പെണ്ണ് ജീവിക്കണം എന്ന് നമുക്ക് ചെറിയ വിട്ടുവീഴ്ച അവർക്കും കൊടുക്കണ്ടേ. എന്നാലും നമ്മൾ ലൈഫ് സന്തോഷമാവും. നമ്മളല്ലാതെ ഈഗോ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും എത്താൻ പോകുന്നില്ല, അല്ലയോ? ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ നടക്കാറുള്ളൂ. കിട്ടുമ്പോൾ ചിലപ്പം ഒരുമിച്ചങ്ങ് കിട്ടും, ചില സമയമൊന്നും കിട്ടാറില്ല. ഇപ്പോൾ ഇവളും ഇച്ചിരി കഴിവും ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ തട്ടിമുട്ടി ജീവിച്ച് പോകുന്നത്. അൽഹംദുലില്ലാ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചകൾ ചെയ്താലേ നമ്മുടെ ജീവിതം സക്സസ് ആവും. നസ്രിയ നൗഷാദ്, മോള് 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷെ മോള് ചോദിച്ച ചോദ്യം ബ്രദർ എൻഗേജ്മെന്റിന് വന്നയാണോ, അത് ആൻസർ പറഞ്ഞതാ മുത്തേ. പക്ഷെ എന്നാലും മോള് എഴുതിയേക്കുന്ന കൊണ്ട് എനിക്ക് അവളുടെ പേര് വായിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഞാൻ അടുത്ത കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം. എല്ലാവരും ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഇത്ത ഇപ്പോ കൂടുതലും നെഗറ്റീവ് കമന്റ് ആണ് വരുന്നത്. അതിൽ ഇത്താക്ക് ഒന്നും തോന്നില്ലേ? ഇല്ല മുത്തേ, മനഃപൂർവ്വം ആരോ ഇല്ല ടാർഗറ്റ് ചെയ്ത് നമ്മളില്ല നെഗറ്റീവ് ആക്കുന്നത്. നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഏകദേശം അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ അടുത്ത് വല്ല പിണക്കോ പിന്നെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാ, ഇതുപോലെ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, വിട്ടുകളായത് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചെണ്ണം ഉണ്ട്, എന്തോ പറയാൻ അസൂയയും കുശുമ്പും പിടിച്ചാണ്. നമ്മൾ ഒന്നിനും പോയില്ലെങ്കിലും ഒന്നിനും ചിലത് നമുക്കറിയാവുന്നവർ തന്നെയാണ്. അത് കണ്ടിട്ട് സഹിക്കുന്നില്ല ചിലതിനൊക്കെ. ഞാൻ പറയാം മുത്തുമണീസ്, ഈ നെഗറ്റീവ് കമന്റ് എപ്പോഴാണ് വരാൻ തുടങ്ങിയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. അതുകൊണ്ടാണ് എനിക്കൊന്നും തോന്നാത്തത്. ഈ കൈ കിഴക്കുന്നവരെയല്ലേ ഒരു മനുഷ്യന് എഴുതാൻ പറ്റൂ, എഴുതിക്കോട്ടെ. ഇത് ഞാൻ എൻ്റെ പൊന്നൂസിൻ്റെ
ഇപ്പം എന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് അറിയാം. പക്ഷെ എനിക്ക് എല്ലാവരെയും വീഡിയോ നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പം എനിക്ക് ഇവരെയൊക്കെ അറിയണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെ പൊന്നൂസിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്കോ ഫംഗ്ഷനോ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ മോളെ ഒരുക്കുന്നതിലൊക്കെ ഓടി നടന്നപ്പം അവിടെ കുറച്ച് പേരൊക്കെ കൂടിയിരുന്ന്, കുറച്ച് അമ്മമാർ കൂടിയിരുന്നിട്ട്, മോടെ ക്ലാസ്സിലൊന്നുമല്ല, അതുകൊണ്ട് ആ സാലിഹ പോകുന്നു. കൊച്ചിന് എന്തൊരു എന്തൊരു അഹങ്കാരിയാ. അപ്പം വേറൊരു ആ കൂട്ടത്തിൽ ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് യൂട്യൂബ് ചെയ്യുന്നയാ. കൊച്ചെന്ന് പറഞ്ഞാൽ മക്കൾ പഠിക്കുന്ന പേരൻസ് ആണ് കേട്ടോ. അപ്പം ആ കൊച്ചിന് 2000-3000 സബ്ബം കൊണ്ടുണ്ട്. അപ്പം ആ പെണ്ണ് പറഞ്ഞത് എന്നെ അവൾക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമേ അല്ല ഇതിനേന്ന്. എന്നെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് അവിടെ ആ സ്റ്റേജിന്റെ ബാക്കിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. എന്നോട് ഇങ്ങോട്ട് ചിരിച്ചാൽ ഞാൻ ആരെയും ചിരിക്കും. എന്നോട് ചിരിച്ചില്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. പക്ഷേ എന്നെ അറിയാത്ത ഒരാളോട് ഞാൻ എങ്ങനെ പോയി മിണ്ടും? നിങ്ങളാണെങ്കിൽ മിണ്ടുമോ? എന്നെ അറിയാൻ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ് മിണ്ടിയാൽ ഞാൻ വല തുടങ്ങും. അപ്പം എന്നെപ്പറ്റി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. എന്നെപ്പറ്റി ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞു. ഷാജാനും ഞാനും തമ്മിൽ ഭയങ്കര കള്ളക്കല്യാണമായിരുന്നു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഭയങ്കര അലിഗേഷൻ. അപ്പം അത് ഞങ്ങളുടെ നാട്ടിൽ പോലും അറിയാത്ത കഥകളാണ് ഇവളുമാര് പറഞ്ഞുണ്ടാക്കുന്നത്. അലിഗേഷൻ പറഞ്ഞപ്പം ഇത് എനിക്കറിയത്തില്ല, ഞങ്ങൾ രണ്ടും അറിയുന്നില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ വീട് പാല് കാച്ചി സന്തോഷം പടച്ചോനെ എന്ന് പറഞ്ഞിങ്ങനെ ജീവിക്കുന്ന ആ ഒരു ടൈം, ഒരു മാസം ഇപ്പം നമ്മൾ പാലേച്ചി 4 മാസം ആകാൻ പോകുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ സമയത്ത് പാല് കാച്ചിയ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൽ ഉള്ളൊരു പുള്ളിക്കാരി എൻ്റെ അടുത്ത് മിണ്ടുകയും എടുക്കുകയും എൻ്റെ ഫോൺ നമ്പർ വാങ്ങുകയും സ്റ്റാറ്റസ് കാണുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് കാർഡ് അയച്ചു കൊടുത്തിട്ട് പാലുകാശിന് വാട്സപ്പിൽ എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ അതിലൊരാളെ വിളിച്ചായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് അതിരുന്ന് കുറ്റവും പറയുകയും ചെയ്യും, എല്ലാം പറയും. നല്ലവര്. അപ്പൊ ഈ പുള്ളിക്കാരി നമ്മുടെ വീട്ടിൽ പാലുകാശിന് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വേറൊരു കല്യാണം ഉണ്ട്, ഞാൻ പോവാം. അപ്പം ഞാൻ കഴിച്ചിട്ട് ഇല്ല പോണം, നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ഫോൺ എടുത്ത് എൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് സെൽഫി എടുത്തു. അപ്പോൾ ആ സെൽഫി പുള്ളിക്കാരി സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടപ്പോൾ ഇവർ ഈ സംസാരിച്ച ഗ്രൂപ്പിലെ ഒരു വ്യക്തി അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ പാലുകാച്ചിന് പോയെന്ന് കണ്ടാ ചോദിച്ചോ, പോയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് ഇട്ടു, ഇതുപോലെ ഞാൻ സാലിഹയുമായിട്ട് പൊന്നൂസിൻ്റെ സ്കൂളിൽ ഈ ഓപ്പൺ ഹൗസിന് വന്നപ്പം പൊന്നൂസിൻ്റെ ക്ലാസ്സിലുള്ള 3-4 പേരൻസുമായിട്ട് നമ്മൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യല്ല. അവരെല്ലാവരും നിന്ന് ഞാനുമായിട്ടൊരു സെൽഫി എടുത്തു. അപ്പോൾ ആ പുള്ളിക്കാരി അത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇവിടെ പാലുകാശിനെ ഇവരെല്ലാവരും വന്നു. പാലുകാശിനെ പരസ്പരം കണ്ടില്ല, പല ടൈമിലാണെന്നല്ലോ വന്നത്. അപ്പം ആ കുട്ടി പൊന്നൂസിൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടിൻ്റെ അമ്മ ആ പിക്ക് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞു അത്രേ, അയ്യേ വേറെ ജോലിയില്ലേ, എന്തിനാ ഇതിൻ്റെ കൂടെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടത്, അങ്ങനെ എങ്ങനെയാ ഞങ്ങളുടെ കല്യാണമായിരുന്നു, അങ്ങനെ എങ്ങനെ ഇവർ കൂടിയിരുന്നൊക്കെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തെന്ന്. അപ്പോൾ പൊന്നൂസിൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ അടുത്ത് പറഞ്ഞ ആ പുള്ളിക്കാരി തൊട്ടടുത്ത ഫ്രണ്ടിനോടത് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പേരൻറ്റ് പറഞ്ഞത്, നമ്മുടെ അടുത്ത് സാലിഹ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുക. നമ്മുടെ അടുത്ത് ബഹുമാനമായിട്ട് നിൽക്കുന്നുണ്ട്, സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്, സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളും നല്ലപോലെ നിൽക്കണം. വേറൊരാൾ പറഞ്ഞത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളോട് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ അതിന് ഈ പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുത്തെന്ന്. അപ്പോൾ ആ പുള്ളിക്കാരി അതവിടെ വിട്ടിട്ട് എന്നോടത് പറഞ്ഞില്ല. പാല് കാച്ച് കഴിഞ്ഞ് ഈ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല സാലി, അന്ന് ഇതുപോലെ പേരൻസ് മീറ്റിങ്ങിന് നിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ അത് വിട്ടു. ഞാൻ ഇന്നൊരാളോട് പറഞ്ഞു, അവരെന്നോട് ഒരു വർഷം കഴിഞ്ഞാൽ അറിയുന്നത്. അപ്പം ഞാനത് വിട്ടിട്ട് ഇതുപോലെ അത് കളഞ്ഞു. പക്ഷെ ഇപ്പം നിന്റെ പാല് കാശിനും ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് ഫോട്ടോ എടുത്തേക്കുന്നു. നീ ഒരു സെലിബ്രിറ്റി ആണല്ലോ, പക്ഷേ എങ്ങനെ നിന്റെ മാംസം തിന്നിട്ട് ഇങ്ങനെ പറ്റുന്നെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എന്നോട് പുള്ളിക്കാരി പറയാന്ന്. ഞാൻ പറഞ്ഞാൽ പോട്ടട സാരമില്ല, അവർ എന്താ പറഞ്ഞത് എനിക്കറിയാമല്ലോ, പടച്ചോന്നറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, നിന്നോട് ഇത് പറയുമ്പോൾ നീ ഇതേ മറുപടി ആയിരിക്കും തരുന്നതെന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചെന്ന്. അപ്പോൾ ഞാൻ ആ ലിമിറ്റിലേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പുള്ളിക്കാരിയുടെ വീട് ഞങ്ങൾക്കറിയാം.
ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ ഞാൻ കോൾ ചെയ്ത് ചോദിച്ചു ഫ്രീ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അങ്ങോട്ടൊന്ന് വരട്ടെ, അവിടെ ആരും ഇല്ല, ഇവർ മാത്രമേ ഉള്ളൂ, ഇവരും കൊച്ചും. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ പോയി. ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്നെപ്പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് സത്യം ഉണ്ടോയെന്ന് അന്വേഷിച്ചോന്ന് ചോദിച്ചു. അപ്പം ഇപ്പൊ എന്നെപ്പറ്റി ചിലർ കമന്റ് ഇടും, ജാട, അഹങ്കാരി, കൊഞ്ചൽ. ഈ പറഞ്ഞ പുള്ളിക്കാരത്തിയുടെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാർ കാറിറയത്. ഇപ്പൊ വേണമെങ്കിലും എനിക്ക് പേര് പറയാൻ മുത്തുമണി, ഞാൻ പേര് പറയണ്ട, അല്ല അവർക്ക് മനസ്സിലാവുമല്ലോ. കാണോ ഇപ്പൊ ബാഡ് കമന്റ് വരുന്നെന്ന് പറയുന്നുണ്ട്, അഹങ്കാരി, ജാട, പിന്നെ എന്തുവാ കൊഞ്ചല്. ഇതൊന്നും ഒരു പ്രശ്നമുള്ളൊരു കമന്റുകളല്ല. പക്ഷേ എന്നെ പറ്റി പറഞ്ഞത് ഭയങ്കര വലിയൊരു അലിഗേഷൻ ആണ്, എനിക്ക് പറയാൻ പറ്റാത്തൊരു അലിഗേഷൻ. അപ്പൊ ഈ അതായത് ഞങ്ങളുടെ നാട്ടിൽ പോയി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഞാനും ഈ അണ്ണനും തമ്മിൽ ഞാൻ 8ാം ക്ലാസ്സിലും ഈ എണ്ണം 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഉള്ള പ്രേമമാണ്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വളർന്നു വരുന്ന അടുത്തടുത്ത വീടുകൾ എല്ലാം. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരുടെ അടുത്ത് തന്നെ ചോദിച്ചു, ഞങ്ങളുടെ കള്ളക്കല്യാണമാണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കല്യാണ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അല്ല, നമ്മൾ ലവ് സ്റ്റോറി പറഞ്ഞപ്പോഴും ഇതേ കമന്റുകൾ നിറയുന്നുണ്ടായിരുന്നു. കള്ളക്കല്യാണോ നമുക്ക് അറിയത്തില്ലല്ലോ, പിന്നീട് മനസ്സിലായി ഈ ഗ്യാങ്ങുകളായിരുന്നു. അപ്പൊ ഞാന് പറഞ്ഞു കള്ളക്കല്യാണം എന്ന് അങ്ങനെ തോന്നിയോ, ഈ അലിഗേഷനിലൂടെ വേറെ ഉണ്ട്. അപ്പൊ ഞാൻ 10,000-2000 പേരടങ്ങുന്ന ഒരു കല്യാണം, ഒരു ഓഡിറ്റോറിയത്തിൽ ഇത്ര അലങ്കാരങ്ങളും, ഞാൻ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു, സ്വർണം, അണ്ണൻ, ഞങ്ങളുടെ വീട്ടുകാരുടെ മുഖത്തെ സന്തോഷം. ഞാൻ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആൽബം വരെ വെച്ച് കാണിച്ചിട്ടുണ്ട്, എൻ്റെ കല്യാണ ഡ്രസ്സുകൾ കാണിച്ചിട്ടുണ്ട് തലേന്നത്തെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും അങ്ങനെ തോന്നിയോ? അപ്പൊ ഈ പുള്ളിക്കാരത്തി പോയി ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതാ, നാട്ടിലുള്ള അതായത് അവളെ കൂടെ പഠിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ചോദിച്ചപ്പോഴൊക്കെ അവര് പറഞ്ഞ് അങ്ങനൊന്നും ഇല്ലെന്ന്. സാലിഹയുടെ നാട്ടിൽ ഞാൻ 2-3 പേരുടെ പിന്നെ പഠിച്ച് അവരോട് പറഞ്ഞു, അവരൊന്നും പറഞ്ഞില്ല ഇങ്ങനൊന്നും ഇല്ല. പിന്നെ ആര് പറഞ്ഞു? വേറൊരു കൊച്ചിന്റെ പേര് പറഞ്ഞു. ആ കൊച്ചി എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ഷാദാണ്ടും അവരൊക്കെ ആ സമയം പ്രേമിച്ചതാണ്. ആ പുള്ളിക്കാരി വേറെ പ്രേമം കുറെ വർഷം ഞങ്ങളുടെ ലവ് സ്റ്റോറി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് തുടങ്ങി. അതായത് അവളെ പ്ലാൻ ആയിരുന്നു ഇത് മൊത്തം, ഇവളെ എന്നെ നെഗറ്റീവ് ആക്ക എന്ന് വെച്ചാൽ ഞാൻ ഈ ചെറുക്കനെ പ്രേമിച്ച് ഈ ചെറുക്കനെ കെട്ടി, ഈ ചെറുക്കനെ കൂടെ ഉള്ള ഒരാളെ പ്രേമിച്ചു, അവര് തേച്ച് വേറെ കെട്ടി, അവനെയും ചതിച്ചിട്ട് വേറെ ഒരുത്തന്റെ കൂടെ പോയ അവൾക്ക് എന്നെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു. നമ്മൾ ലവ് സ്റ്റോറി പറയുന്നത്, നമ്മളൊരു കഥ പറയുമ്പോൾ സത്യമായ കഥയെ പറയുന്നത്, അത് ആരെ പേരെടുത്തോ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കഥകളില് അണ്ണന്റെ ഒരു കൂട്ടുകാരനെ എന്റെ കൂടെ പഠിച്ചിട്ട് കൊച്ചുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളിപ്പോ ആ വ്യക്തിയുടെ പേര് പറയാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളൊരു വ്യക്തി ലവ് സ്റ്റോറി കണ്ടപ്പോ പുള്ളിക്കാരിക്ക് അറിയാം, എന്റെ കൂട്ടുകാരി ആയിരുന്നല്ലോ. അത് പറഞ്ഞപ്പോ ആ ലവ് സ്റ്റോറിയിൽ ഈ പുള്ളിക്കാരി ആ പക വെച്ച് വേറെ അതായത് ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തള്ളയെടുത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അല്ല ഇവരെ ചെവി എത്തിയിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് പരത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു വർഷമായിട്ട് ചർച്ചകൾ, അതായത് ടീച്ചർമാരുടെ ഇടയിൽ വരെയും പലവരെ ഇടയിലും ഈ കാര്യങ്ങൾ ചർച്ചകളായി സംസാരമായി. നമ്മൾ അറിയുന്നില്ലല്ലോ ഇത്. പിന്നീട് ഈ പാലാച്ചിന്റെ സമയത്താണ് ഇത് മൊത്തം അറിയുന്നത്. അതും ഇവരെ കൂട്ടത്തിൽ കേട്ട ഒരാളാണ്. അയാള് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറ്റും, ഒരാളെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി സെൽഫി എടുത്തു, സ്റ്റാറ്റസ് ഇടുന്നു, എങ്ങനെ അത് പറ്റുന്നു? ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞ് ആ പുള്ളിക്കാരിയോട് ചോദിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി വേണ്ട, നമ്മുടെ ഉള്ളൊരു സ്നേഹം കൊണ്ട് അത് ഇത്രയും നാളും പുള്ളിക്കാരി മനസ്സിൽ മറച്ച് വെക്കുകയും ചെയ്തു. റെസ്പെക്റ്റ് തന്ന് നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്കുകയും ചെയ്തു. വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞതുമില്ല. പക്ഷേ അതിനെ റെസ്പെക്ട് ചെയ്യണമല്ലോ എന്ന് കരുതി ഞാൻ ആരാണെന്ന് അവരോട് പേര് പറഞ്ഞില്ല. പക്ഷെ ഇവര് സ്പ്രെഡ് ചെയ്യുവാണ് അങ്ങ്. എന്നെ ഓരോ സ്കൂളിൽ കാണുമ്പോഴും ആ സ്കൂളില് ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ ഇവര് ഒരു 10 പേര് പുതിയ ഗ്യാങ്ങുകൾ ഇവരും ഉണ്ട്. 10 ഗ്യാങ്ങുകൾ ഇരുന്ന് ചർച്ചകളാണ്. ഇവർക്ക് ഇത് തന്നെ പരിപാടി. ഇതിപ്പം ഞങ്ങളുടെ കാര്യമാണ്, ഇനി വേറെ ആൾക്കാരുടെ കാര്യമാണ്, എന്തോന്നും നമുക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് ഈ പുള്ളിക്കാരോട് വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞു, ഈ പറഞ്ഞ പുള്ളിക്കാരി
ഞാനുമായിട്ട് 10ാം ക്ലാസ്സിൽ വെച്ച് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഇപ്പം നമുക്ക് ഇൻ്റർവെല്ലാകുമ്പോൾ എനിക്കൊന്ന് പെടുക്കാൻ മുട്ടുവാണ് ഞാൻ. അപ്പം ഇവർ പറയുവാണ് ഇപ്പം പെടുക്കാൻ പോകണ്ട, വാ നമുക്ക് സ്റ്റോറിൽ പോയി മുട്ടായി മേടിക്കാം. ഞാൻ അതുപോലെ സ്റ്റോറിൽ പോയി മുട്ടായി വാങ്ങിച്ചിട്ടായിരിക്കും എൻ്റെ കാര്യം. അങ്ങനെ ഞാൻ എല്ലാം അടിമയെ പോലെ ഉള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഇവരുടെ പ്രേമം, ഇവരുടെ കൂട്ടുകാരനുള്ള പ്രേമം ബ്രേക്കപ്പ് ചെയ്യാൻ നേരം ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങ് ബ്രേക്ക് ചെയ്ത് പിന്നെ കണ്ടാ മിണ്ടത്തില്ല. അവരുടെ ഉമ്മയും ഉണ്ട്, അവരുടെ ഉമ്മയും ഈ കുട്ടിയും കൂടെ ഒരു ദിവസം ബസ്സിൽ വെച്ച് കണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ, നമ്മൾ +1 +2 ആകുമ്പോൾ വേറെ പോവല്ലോ, ഭയങ്കര സന്തോഷത്തിൽ മിണ്ടാൻ പോയപ്പോൾ അവർ പെട്ടെന്ന് ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങി ജീപ്പിൽ പോയി കയറി. എന്ന് വെച്ചാൽ അവർ ആ പ്രേമം വിടുവാണ്, അമ്മക്ക് അറിഞ്ഞ് വിട്ടപ്പം അവരുടെ നാട് മൊത്തം അറിയാം. വിടുമ്പോൾ അവർക്ക് പിന്നെ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. കാരണം ഈ പ്രേമിച്ച പയ്യൻ എൻ്റെ മാമാടെ മോന. അതുകൊണ്ട് എല്ലാം ബ്രേക്ക് ചെയ്തു. അപ്പം എന്നോടുള്ള ആ ഒരു ദേഷ്യം കാരണം ഞങ്ങൾ തമ്മിലുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ദിവസം അവരുടെ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ പോയി നിൽക്കും, ഇത് ചോദിക്കും. അനാവശ്യമായ കാര്യം എന്തിനു സംസാരിച്ചു? പിന്നെ ഞങ്ങള് ഇത് വിട്ട് പിന്നെ കുറെ ദിവസമായിട്ട് ഞങ്ങളെ പിന്നെ മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയോടും പറഞ്ഞു വേറെ സംസാരിച്ച ഒരു കൊച്ചിന്റെ വീട്ടിൽ ഒരു മരണം നടന്നെന്ന് ഈ കൊച്ചു പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു അവരുടെ വീട്ടിൽ ഒരു മരണം നടന്നു, പോവല്ലേ. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയിൽ ഞാൻ കുറച്ച് നമുക്കൊരു ഇവരൊക്കെ എത്ര മനസ്സ് ഇങ്ങനെ ആയാലും നമ്മൾക്ക് മനുഷ്യത്വമുള്ളവരല്ലേ. ഒരു മരണം നടന്ന ഒരു വീട്ടിൽ നമ്മൾ കയറി ഇങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി എന്തായാലും ചോദിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് ചോദിക്കണോ വേണ്ട. പിന്നെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയോട് പറഞ്ഞപ്പോ അനിയത്തി അവള് ആ കൊച്ചിനെ എല്ലാവർക്കും അറിയാം ഇവിടെ. അപ്പൊ പറഞ്ഞത് വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കുമല്ലേ സാലി എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അവരുടെ വീട് ഇവിടെ അടുത്താ, ആ കൊച്ചിന് കെട്ടിച്ചു കൊടുത്താണ് ദൂരെ. അവരുടെ അമ്മയ്ക്കും അറിയാം ഈ പ്രേമവും കാര്യമൊക്കെ. എൻ്റെ അടുത്ത് ഒത്തിരി വട്ടം പറയുന്നുണ്ട്. അവർ അമ്മ +2 പഠിക്കുമ്പോ മോളെ ഈ കൊച്ചിന് ഇവനെ കിട്ടിയുള്ളൂ, അവർ അത്ത അറിഞ്ഞ എന്തോ ആവും, എത്ര പറഞ്ഞിട്ടും അവനൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മയ്ക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു ഒരു ദിവസം അവരുടെ അമ്മയോട് ഞാൻ പോയി പറയുമെന്നും പറഞ്ഞു ഈ കൊച്ചിനോട്. ആ പുള്ളിക്കാരുടെ വീട്ടിൽ പോയി സംസാരിച്ചതിന് ശേഷമാണ് എൻ്റെ വീഡിയോകൾക്ക് നെഗറ്റീവ് കമന്റ് വരാൻ തുടങ്ങിയത്. പിറ്റേന്ന് തൊട്ട് യൂസർ ID പല പേരുകളിലും എനിക്ക് നെഗറ്റീവ് കമന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഞാനിത് മൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതൂ എന്നെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആക്കിയിട്ട് എൻ്റെ ഒരു ഇതൊക്കെ ഗ്രാഫൊക്കെ കുറച്ചിട്ട്. പക്ഷേ ഞാനിനി നാളെ ഒരു വീഡിയോ ഇതെല്ലാം പറഞ്ഞെന്ന് പറയുന്ന ഒരു വ്യക്തി കല്യാണം കഴിച്ചിങ്ങനെ മാറിപ്പോയി. പക്ഷെ അവിടെ നിന്ന് ഈ സ്കൂളുകളിലും ഇവിടെയൊക്കെ സംസാര ചർച്ചകൾ ഉണ്ടാക്കിയത് വേറൊരാളാണ്, അവരുടെ കൂടെ ഉള്ളൊരു പെണ്ണാണ്. പക്ഷെ ആ ആളിനെ നമ്മള് സ്കൂളിൽ കണ്ടിട്ടുള്ള പരിചയമൊന്നും അല്ല. നമ്മുടെ സെൻകറ്റി സ്കൂളിൽ പഠിച്ച കാലം തൊട്ടേ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ അടുത്ത് എന്താ നമുക്കറിയത്തില്ല, മനുഷ്യനെ എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണമെങ്കിൽ അവരത് ചോദിക്കണം. ഇനി ഇല്ല, പ്രത്യേകിച്ച് എന്തോ പകയാണ് എന്തോ ആണെന്ന് നമുക്ക് ചോദിക്കണം. ഇതൊക്കെ മനസ്സെന്തോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തോ ഞാൻ ഇതൊന്നും പറയണ്ട എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചാണ്. ഇപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റിനെ പറ്റി തന്നെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുത്തുമണീസ് വന്ന് പല അക്കൗണ്ടിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഒരു പെണ്ണ് വളരുന്നത് വേറൊരു പെണ്ണിന് ഇഷ്ടാവുന്നില്ല. അതായത് നമ്മളൊരു 10 പേരുണ്ടെങ്കിൽ അതിലൊരാൾ രക്ഷപ്പെട്ടു പോയാൽ അതിൽ 2 പേർക്ക് ചിലപ്പം നല്ല അഭിപ്രായം ആയിരിക്കും, ബാക്കി 7 പേര് ഒരുമിച്ച് അങ്ങ് കൂടിയിട്ട് നമ്മൾ ആക്രമിക്കാൻ നോക്കും. പിന്നെ അവള് പന്നവള, അവളെ നമ്മൾ എങ്ങനെ പന്നലാക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. ഇതെന്താ ഇങ്ങനെ ഞാൻ അന്ന് ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു കേട്ടോ, ഞാൻ ഇപ്പം തരുന്ന ദാനമാണ് നിങ്ങളുടെയൊക്കെ ജീവിതമെന്ന്. കാരണം ഒരു മരണം നടന്നതാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കെഞ്ചി അവരുടെ വീട്ടിൽ പോലേന്ന്. അപ്പം ഞാൻ തരുന്ന ഒരു ദാനമാണ് ആ കൊച്ച് അത്രയും ദിവസം അവിടെ സർവൈവ് ഈ കല്യാണം കഴിഞ്ഞ എൻ്റെ ആ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരി അവളുടെ വീട്ടിൽ ഞാൻ പോവുകയാണെങ്കിൽ വേറൊരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുവാണ്. എന്നെപ്പറ്റി ഇത് ഒരു സ്കൂള് മൊത്തം ഇരുന്ന് എന്തിനാണ് അത്രയും സംസാരിച്ചതെന്ന് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ അപ്പോൾ വരും. പണ്ടത്തെ ലൈനും കാര്യങ്ങളും എല്ലാം അവരുടെ വീട്ടുകാരറിയും. അവിടെയും ഞാൻ കൊടുക്കുവാണ് അവർക്കൊരു ലൈഫിൻ്റെ ഇത്. അപ്പോഴും ഞാൻ അവിടെ വിട്ടുകൊടുക്കുന്നത്, എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിലും ഞാൻ വിട്ടുകൊടുക്കുവാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഞാൻ അവിടെ ക്ഷമിച്ചു കൊടുത്തപ്പോൾ പടച്ചോൻ എനിക്ക് നല്ലതേ തരൂ. ഞാൻ ക്ഷമിച്ചു കൊടുക്കുവാണ്. എന്നെ പറ്റി അവർ പറഞ്ഞ് സന്തോഷിച്ചപ്പം ഞാൻ ക്ഷമിച്ച് നിങ്ങൾക്ക് തരുന്നതിന് പടച്ചോൻ എനിക്ക് നല്ലതേ തരൂ. പക്ഷേ എൻ്റെ പച്ചമാംസം 1 വർഷമായിട്ട് ഇരുന്ന് കഴിച്ചില്ലേ,
അതിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് എന്ത് മറുപടി പറയുന്നു ഞാൻ ചോദിച്ചു നിനക്കും പെങ്കൊച്ചുണ്ട്, ആ 2 പെണ്ണുങ്ങൾക്കും പെങ്കൊച്ചുണ്ട്. നാളെ നിങ്ങളുടെ പെൺപിള്ളാരെ പറ്റി ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുമ്പോൾ ഒരു സമയം വരും, നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരും, പടച്ചോൻ കൊണ്ട് തരും. അന്ന് നീ സഹിക്കുമോ എന്ന് ചോദിച്ചു. മൗനമാണ്, മിണ്ടുന്നില്ല, എൻ്റെ മുമ്പിൽ ഒന്നും സംസാരിക്കുന്നില്ല. പറ്റിപ്പോയി സാലിഹ, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഇനി സാലിഹയെ പറ്റി സ്കൂളിലൊന്നും ഇരുന്ന് ഒന്നും പറയരുതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞു കഴിഞ്ഞു, എന്നെ നിങ്ങൾ കൊന്ന്. ഇപ്പോഴും പുതിയ ഗ്രൂപ്പ് കൂടിയിട്ട് നമ്മളെ തന്നെ വീണ്ടും പന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ വേറെ രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവര് വേറെ പുതിയ ഗ്യാങ് വരുമ്പോഴും നമ്മളെ കുറിച്ച്, കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും നമ്മളെ അറിയാമല്ലോ, നമ്മളൊരു യൂട്യൂബർ ആയതുകൊണ്ട് നമ്മളെ അറിയാം. അപ്പോൾ പുതിയ ഗ്യാങ്ങുകൾ വരുമ്പോഴും അതായത് അന്നത്തെ ഗ്യാങ്ങുകളല്ല ഇന്നത്തെ പേരൻസായിട്ട് കൂട്ടുകൂടുമ്പോഴും നമ്മളെ പന്നരാക്കി ഇത് സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരാളത്ത് നിന്ന് അറിഞ്ഞു ഞാൻ ഉദാഹരണം ഒരു പറയും, ഇവരൊരു യൂട്യൂബർ, ഒരു കൊച്ചുച്ചില്ലേ, ഒരു അമ്മയ്ക്ക് ഒരു യൂട്യൂബിൽ ഇങ്ങനെ പറയുമ്പോ തന്നെ ഇവര് അങ്ങോട്ട് പറയും അത് ഇങ്ങനെ. ഞാൻ ഈ പുള്ളിക്കാരിയോട് എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അത് അങ്ങനെ അന്ന് എന്തോ നമുക്ക് പോലും പരിചയമില്ലാത്ത ഈ കുട്ടികളെ രക്ഷാർത്ഥാക്കളുണ്ടല്ലോ, നമുക്ക് പോലും വലിയ സഹകരണം ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഇവരുടെ ഗ്യാങ്ങിന്റെ കാര്യം പറയുന്നത്, നമുക്ക് ഇവരുടെ ഗ്യാങ്ങുമായിട്ട് വലിയ അല്ല. ഞാൻ കാണുന്നുണ്ടെന്നേ, നമ്മള് കാണുമ്പോൾ ദേശീയ ഇതും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അടുത്ത് ഒത്തിരി സോറി, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം, ആ പറഞ്ഞ 2 പേരുടെ വീട്ടിലൊന്നും പോവരുത്, ഈ പുള്ളിക്കാരി സ്കൂളിൽ പറഞ്ഞ പുള്ളിക്കാരി അവരുടെ വീട്ടിൽ പോവല്ല, അവരുടെ വീട്ടിൽ മരണം നടന്ന അങ്ങനെ എങ്ങനെയാ, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം, അതേ എനിക്ക് നടക്കൂ, എന്നെ കൊണ്ട് അതേ പറ്റൂ, അന്നത്തെ ഒരു രീതി സംസാരിച്ചൊക്കെ പോയതാ എന്ന്. ഞാൻ ചോദിച്ചു, 1 വർഷമായിട്ട് നിങ്ങൾ എന്നെ തിന്നുമായിരുന്നു, നിങ്ങൾക്ക് പറയാം അഹങ്കാരിയാണെന്നോ അങ്ങനെ എങ്ങനെയാണ്, അതൊക്കെ എല്ലാവരും പറയുന്നതാ. പക്ഷെ മറ്റൊരു പന്ന കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ തെളിവുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചോ? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അറിയുന്നത്, അതെ ഞാൻ പറഞ്ഞ അങ്ങനെ നിങ്ങൾക്ക് സ്പ്രെഡ് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യത്തിന്റെ അല്ലല്ലോ, എവിടെയോ കിടക്കുന്നവളുമാർക്ക് എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര ഇത് ചോദിക്കുന്നത്? സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇത് എന്തെങ്കിലും എത്ര കള്ളത്തരം കാണിച്ചാലും ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ മുത്തുമണി. അത് എത്ര കള്ളത്തരം കാണിച്ചാലും ഒരു നാൾ അള്ളാഹു അത് അറിയിക്കും. കാരണം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ അത് വന്നെന്നുള്ളതേ അത് പടച്ചോൻ്റെ ഒരു കളിയാണ്. ഞാൻ ഈ പുള്ളിക്കാരിയോട് പോയി ചോദിക്കുകയാണ്, എൻ്റെ സെൽഫി നിങ്ങൾ ഇട്ടപ്പോൾ ഇങ്ങനെ അറിഞ്ഞു, അവരിൽ നിന്ന് ഉരുവാണ്, അത് അന്ന് അറിയാതെ പറഞ്ഞു പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്കൂളിൽ നിങ്ങൾ എത്ര പറഞ്ഞ പേരൻസിനോട് നിങ്ങൾ പറയുമോ? പറയാം, പക്ഷേ അവരുടെ 2 പേരും വീട്ടിൽ പോകരുത്, സോറിയാ. പക്ഷെ പടച്ചോൻ എന്തെങ്കിലും എന്റെ മുമ്പിൽ കൊണ്ട് തരും. ഞാൻ അവർക്ക് കൊടുത്ത ദാനമാണ് ഇപ്പൊ അവർ ജീവിക്കുന്നത്. ഇവളോട് പറഞ്ഞ വ്യക്തി കൈ ഒഴിഞ്ഞ്, എനിക്കറിയത്തില്ല നിന്നെ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞെന്ന് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു. സാലിഹ ഇതൊക്കെ അറിഞ്ഞു, സാലിഹായി വിളിച്ചൊരു സോറി പറയാൻ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ആ കൊച്ചു പറഞ്ഞത്, നീ ആരാ, എനിക്ക് നിന്നെ അറിയത്തൂല്ല, എനിക്ക് അറിയത്തില്ലെന്ന് ഫോൺ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് ഇനി എന്തോ വരുന്നിടത്ത് വെച്ച് ഞാൻ എന്തും ചെയ്യാം, ഞാൻ പിന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ, അതിനൊക്കെ എന്തോ പറയാനാ? ഇതൊന്നും നേരിടാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അനങ്ങാതിരിക്കണം, ഒരാളെ പറ്റി അതൊന്നും പറയാതിരിക്കണം. അന്നോട്ടാണ് എനിക്ക് ബാഡ് കമന്റ്സ് വരാൻ ആഗ്രഹമുണ്ട്. ഈ സംസാരം എവിടുന്ന് ഉണ്ടായോ അവിടെ ഒന്ന് കയറി സംസാരിക്കണമെന്ന് അവര്. കാരണം അതായത് ഞാനൊക്കെ സത്യം പറഞ്ഞൊക്കെ ഒരു ബെസ്റ്റ് കൂട്ടുകാരന്മാരൊക്കെ ഞാനൊക്കെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ +1 +2 പഠിച്ച കൂട്ടുകാരത്തും 10ലൊക്കെ പഠിച്ചവർ. കാരണം അവരൊക്കെ കാണുമ്പോഴൊക്കെ ഇനിയും അന്നത്തെ കാലത്ത് ഫോണൊന്നും ഇല്ല, എന്നിപ്പോഴും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്ത് സന്തോഷം എന്നറിയാം. ഇത് നേരെ തിരിച്ചാ. ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടുതലും ഒരാള് ഉയർച്ചയിൽ എത്തിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അസൂയപ്പെടുക, അതായത് അവൾ എങ്ങനെയും നശിച്ച് താഴെ ഇറങ്ങണേന്ന്. സാധാരണ നന്നായി കിടക്കട്ടെ എന്തൊരു മനുഷ്യരാണ് ഞാൻ. ഞങ്ങളുടെ മാമയുടെ മോനെ പ്രേമിച്ചെന്ന് ഈ എന്റെ 10ാം ക്ലാസ്സിലെ ഈ കൂട്ടുകാരിയെ +1 +2 ആയപ്പോൾ ഞങ്ങൾ വേറെ സ്കൂളിലാണ്. പക്ഷെ വൈകുന്നേരങ്ങളിൽ GP ബസ് കയറാൻ വരുമ്പോൾ കാണാറുണ്ട്. അതിനുശേഷം ഞാൻ ഈ പുള്ളിക്കാരിയെ കണ്ടിട്ട് വർഷങ്ങളായി. പക്ഷെ പുള്ളിക്കാരി എന്നെ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. എന്നോട് ഒരു ദിവസം പറഞ്ഞ്, അന്ന് ആ +1 പഠിക്കുന്ന സമയത്ത് മറ്റേ സ്കൂളിൽ നിന്ന്, ആ പുള്ളിക്കാരി ഹ്യൂമാനിറ്റീസും ഞാൻ സയൻസും ആയിരുന്നു, എന്നോട് ഒരു ദിവസം പറഞ്ഞു, നിന്നെ അവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സൂര്യ എന്ന് പറയുന്ന ഒരു ചെറുക്കന് ഇഷ്ടമാണ് സാലി, S പറയുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ 8ാം ക്ലാസ്സിലെ ലയനാണല്ലോ. അപ്പം നീ ഇപ്പോഴും ഈ ഷാജാനെയും ചുമന്നുകൊണ്ട് നടക്കുവാന്നോ, കളയാറായില്ലയോ എന്നൊക്കെ. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം തന്നെ അണ്ണനടുത്ത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അപ്പൊ ഈ അണ്ണ 5-6 ചീത്തയൊക്കെ വിളിച്ചിട്ട് അവളെ 5-6 ചീത്തയൊക്കെ അവള് തോന്നുമ്പോ ഓരോരുത്തന്മാരുടെ കൂടെ നടക്കൂല്ലേ, നീ ഇനി മിണ്ടണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അന്ന് തൊട്ട് പുള്ളിക്കാരിയുടെ വേണ്ടാന്ന് വെച്ച് എന്നുള്ളൊരു ജലസി ഉണ്ട്. പിന്നെ പുള്ളിക്കാരി കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി, നമ്മൾ കണ്ടിട്ടില്ല. പുള്ളിക്കാരി പക്ഷെ ഇപ്പോഴും എന്നെ ഓർത്തോണ്ടിരിക്കുകയെന്നൊന്നും ഞാൻ അറിയുന്നില്ല. പുള്ളിക്കാരി കണ്ടിട്ടേ വർഷങ്ങളായി, വേറെ നാട്ടിൽ കെട്ടിച്ചു. ഈ ബാഡ് കമന്റ്സ് വരുന്നോണ്ട് എനിക്ക് വിഷമമില്ല. അവരെഴുതി ഇടുന്നു, പടച്ചവൻ അറിയാം നല്ലതാ ചെയ്യുന്നതെന്ന്. പടച്ചവൻ അത് ഒരു ദിവസം തെളിയിക്കുകയും ചെയ്യും. പിന്നെ അത് എത്ര നാളത്തേക്കാണ് മുത്തുമണി. നമുക്ക് നമ്മളീ നന്മയുണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റിയൊക്കെ വലിച്ച് അങ്ങോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ട് മാറും, അത്രേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങളെ വലിച്ചു നീട്ടിയാലേ ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്ത് പോകാനും പറ്റത്തില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ബോറും ആവും. അപ്പൊ അടുത്തൊരു Q&Aയിലോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ബ്ലോഗിൽ ചർച്ച ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യനും വായിച്ചില്ല. അതാ ഒത്തിരി ലോങ് ആയിപ്പോ. ഇപ്പൊ ലവ് യു. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ടാറ്റാ.